മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതിവിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. ശരി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ട് മാന്നി ഉദയം വന്നു കഴിഞ്ഞാൽ ഉദയസമയം കഴിഞ്ഞേ എടുക്കാവൂ എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ അറിയാമോ? എത്ര പേർക്ക് അറിയാം? പഴയ ബാച്ചിലൊക്കെ ഇരുന്നവർക്ക് അറിയാൻ പറ്റും. മാന്നി ഉദയം കാണുന്ന രീതി ഒരു എക്സാമ്പിൾ പറയാം. അതൊരു കാര്യം ചെയ്യേണ്ടത്, കാര്യം മനസ്സിലാകണമെങ്കിൽ എഴുതിയാലേ പറ്റും. അതായത് നമുക്ക് വലിയ പഞ്ചാംഗത്തിലെ 52ാമത്തെ പേജ് അല്ലെങ്കിൽ മകരമാസത്തെ കോളം എടുത്താൽ മതി. പുതിയ പഞ്ചാംഗം വേറെ പഞ്ചാംഗം ഉള്ളവരും മകരമാസം 1200 മകരമാസത്തിന്റെ നക്ഷത്രവും തിരിവരണ പേജുണ്ടല്ലോ, ആ പേജ് ഒന്ന് എടുക്കണം എല്ലാവരും. ഈ മകരമാസത്തിന്റെ, ഇപ്പൊ മകരമാണല്ലോ, മകരമാസത്തിന്റെ പേജ് എടുക്കുക. പേജ് എടുത്തോ? എടുത്തു സാർ. വലിയ പഞ്ചാംഗമാണെങ്കിൽ 52ാമത്തെ പേജ് എടുത്തു സാറ്. ജ്യോതിഷ ഭൂഷണത്തിന്റെ 52ാം പേജ്. ബാക്കിയുള്ളവർ എടുത്താൽ അതിലെ നാളത്തെ മാന്യ ഉദയം നോക്കണം. നാളെ ജനുവരി 22, മലയാളം 9. എല്ലാവരും കണ്ടോ? എല്ലാവരും കണ്ടോ? കണ്ടു സാർ. ജനുവരി 22 മകര 9 ബുധനാഴ്ച, ചോതി നക്ഷത്രം 49:37. അത് നാഴിക 26:36. കോളം ലെവലായിട്ട് വായിക്കുകയാണ്. 22 കഴിഞ്ഞിട്ട് 2, അത് കഴിഞ്ഞ് 9. 9 മലയാള മാസം, മകരം 9. മുകളിൽ മലയാളം നടപ്പുണ്ട്. ബുധനാഴ്ച, ചോതി നക്ഷത്രം 49:37 നാഴികയാകുമ്പോൾ 26:36 മണിക്കൂർ. എന്ന് വെച്ചാൽ വെളുപ്പാൻ, പിറ്റേ ദിവസം വെളുപ്പാൻ രാവിലെ 2:36 വരെ വരും. അഷ്ടമിയാണ് തിരി 21, 20, 15, 17, 3:17 വരെ വരും. എന്നിട്ട് അതിൻ്റെ അടുത്ത പേജ് നോക്കണം. അതിൻ്റെ അടുത്ത പേജ് മലയാള മാസം 9 9 നോക്കണം. അതിൻ്റെ അടുത്ത പേജ് ലെവലായിട്ട് 9 കണ്ടോ? 9 എഴുതിക്കുന്ന കണ്ടോ? കണ്ടിട്ടുണ്ട് സാർ. കണ്ടു. 9 നേരെ നോക്കുമ്പോൾ അതിന്റെ തൊട്ടടുത്ത പേജ് 9 കാണും. മലയാള മാസം 9 കാണും. 3:33 നടപ്പുണ്ട്. അത് ഉദയാൽപരം. കണ്ടിട്ട് അതിന്റെ കോളത്തിന്റെ നേരെ മുകളിൽ നോക്കണം എന്തരാണെന്നുള്ളത് അറിയാൻ വേണ്ടി. 3:48 അസ്തമനാൽപരം. പിന്നെ 29:3 നടപ്പുണ്ട്. ദിനമാനം രാത്രിമാനം ഒക്കെ കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് നേരെ അതിന്റെ ആ 9 നേരെ നോക്കുമ്പോൾ ഗുളികോദയം ഒരു കോളം കണ്ട, ഗുളികോദയം കണ്ട എല്ലാവരും? ഗുളികോദയം എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ? ഗുളികോദയം എന്നുള്ളത് കണ്ടു. ഗുളികോദയത്തിന് 2ആയിട്ട് പിരിച്ചിട്ടുണ്ട്, പകലെന്നും രാത്രി എന്നും. കണ്ടല്ലോ? പകൽ രാത്രി എന്ന് കണ്ടു. 2ആയിട്ട് ഗുളികോദയം എന്ന് പറയുന്ന കോളത്തിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പകൽ രാത്രി, നാഴിക വിനാഴിക രാശി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 9 നേരെ എന്ന് പറഞ്ഞാൽ അർത്ഥം ഗുളികൻ പകൽ പൂർണ്ണമായിട്ടും ഒരു രാശിയിൽ നിൽക്കും, രാത്രി പൂർണ്ണമായിട്ടും ഒരു രാശിയിൽ നിൽക്കും. അപ്പോൾ നമ്മൾ ഒരു കുട്ടി ജനിക്കുക, അതല്ലെങ്കിൽ ഒരു കാര്യം നടത്തുക, ഒരു ലഗ്നം എടുത്തു കഴിഞ്ഞാൽ, ഒരു രാശി എടുത്തു കഴിഞ്ഞാൽ മാന്നി പകല് കംപ്ലീറ്റ് ആ രാശിയിലേ നിൽക്കൂ. മാന്നിക്ക് ചലനമില്ല. രാത്രിയാവുമ്പോൾ വേറെ ഒരു രാശിയിൽ മാറും.
അതാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്, പകൽ രാത്രി എന്ന്. അതില് പകൽ എപ്പോഴാണ് മാന്യം ഉദിക്കണേന്ന് നോക്കണം. ആരെയും ഒരാൾ പറയണം. 13 നാഴിക 32 വിനാഴിക മേടം രാശിയിൽ. അതായത് മേടം രാശിയിലാണ് മാന്തി ഉദിക്കുന്നത്. അപ്പോൾ മാന്തിയെ ഇടേണ്ടത് മേടത്തിലിടുന്നു. ഈ നാളത്തെ ഗ്രഹനിലയാണ് പറയുന്നത്. നാളത്തെ ഗ്രഹനിലയില് മാന്തിയുടെ സ്ഥാനം മേടൻ രാശിയാണ്. അത് ഉദിക്കുന്നത് 13 നാഴിക 32 വിനാഴിക. ഇത് ഈ 13, 32 നാഴിക കഴിഞ്ഞാൽ മേടം രാശി. അപ്പോഴ് മേടമാണ് നമ്മൾ ആരൂഢമായിട്ട് എടുക്കണു എന്നുണ്ടെങ്കിൽ മേടമാണ് നമുക്ക് ആരൂഢമായിട്ട് കിട്ടി, അല്ലെങ്കിൽ മേടമാണ് ലഗ്നമായിട്ട് വന്നു എങ്കിൽ മാന്തി ഉദയം കഴിഞ്ഞാൽ കുഴപ്പമില്ല. മാന്തി ഉദയത്തിന് മുമ്പാണെങ്കിൽ അത് ദോഷം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഒന്നുകൂടെ പറയാം. നാളെ മാന്തി ഉദിക്കുന്നത് മേടൻ രാശിയിൽ. നമ്മൾ പഞ്ചാംഗത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. മേടൻ രാശിയിലാണ് മാന്തി ഉദിക്കുന്നത്. അത് ഉദിക്കുന്ന സമയം 13 നാഴിക 32 വിനാഴികയ്ക്ക്. ഈ 13 നാഴിക 32 വിനാഴികയ്ക്ക് അപ്പോൾ നമുക്ക് വരുന്നത് മേടം രാശി ലഗ്നമായിട്ടോ ആരൂഢമായിട്ടോ കിട്ടുകയും അതോടൊപ്പം ഈ 13, 32 നാഴിക കഴിയുകയും ചെയ്താൽ ദോഷമില്ല. അതേസമയം 13, 32 നാഴികയ്ക്ക് മുൻപ് ആവുകയും മേടം രാശി ലഗ്നമായിട്ടോ ആരൂഢമായിട്ടോ വരികയും ചെയ്താൽ നല്ലതല്ല. ഈ പറഞ്ഞത് ഇത്രയും മനസ്സിലായോ? ബാക്കി കണ്ടുപിടിക്കാനത് പറഞ്ഞുതരാൻ. മനസ്സിലായോ? മനസ്സിലായി സാർ. വേറെ ഏതെങ്കിലും രാശി കിട്ടുന്നതിന് കുഴപ്പമില്ല. ഇപ്പൊ മീനം കിട്ടിയാൽ കുഴപ്പമില്ല, ഇടവം കിട്ടിയാൽ കുഴപ്പമില്ല, മിഥുനം കിട്ടിയാൽ കുഴപ്പമില്ല, കർക്കടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം അതൊന്നും കിട്ടുന്നതിന് കുഴപ്പമില്ല. പക്ഷേ മേടം കിട്ടുകയാണെങ്കിൽ മേടത്തിലാണ് മാന്തി നിൽക്കുന്നത്, അതുകൊണ്ടാണ് വരുന്നത്. മേടൻ രാശി കിട്ടുകയും അത് മാന്തി ഉദയത്തിനു മുൻപ് ആവുകയും ചെയ്താൽ ദോഷം. അപ്പോൾ 13, 32 നാഴിക എന്ന് പറഞ്ഞാൽ എങ്ങനെ കണക്കാക്കും? അത് എപ്പോൾ വരുമെന്ന് എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് പറഞ്ഞു നോക്കണം ആരെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ. ആദ്യം സൂര്യ ഉദയത്തിന് എഴുതണം. സൂര്യ ഉദയം എത്ര നോക്കണം. മകരം 9 സൂര്യ ഉദയം എത്ര നോക്കണം. മകരം 9 സൂര്യോദയം എത്ര മണിയെന്ന് നോക്കണം. ഒന്ന് നോക്കണം ആരെങ്കിലും. പേജ് മറിച്ച് ഇടത്തോട്ട് തിരിച്ച് മറിക്കണം. പഞ്ചാംഗമൊക്കെ പരിചയപ്പെടണം. 6:46 തിരുവനന്തപുരം. തിരുവനന്തപുരം മകരമാസത്തിലാണ്. നമ്മുടെ വലിയ പഞ്ചാംഗത്തിന്റെ 28ാമത്തെ പേജ്. 9, 6:48. തിരുവനന്തപുരം എടുത്തോണ്ടാൽ മതി. തിരുവനന്തപുരം ആണെങ്കിൽ 6:46. അതിനെ ഒരു സൈഡിൽ എഴുതിയിട്ടേക്കണം. ഉദയം 6:46 എന്ന് എഴുതണം. അപ്പോൾ എഴുതേണ്ടത് ഇങ്ങനെ എഴുതണം. 22/1/2025. 22/1/2025. മകരം 9. മകരം 9. മകരം 9. സൂര്യ ഉദയം 6:46. സൂര്യ ഉദയം 6:46. ഇത്രയാണ് ഞാൻ പറഞ്ഞത്. ഇനി റൈറ്റ് സൈഡില് ആ പേജിന്റെ റൈറ്റ് സൈഡിൽ എഴുതണം മാന്തി ഉദയം 13.36 നാഴിക. 13.32 നാഴിക. 13.32 നാഴിക മേടം രാശി. മേടം രാശി.
മേടം രാശി. ഇനി നമുക്ക് ആവശ്യം, അപ്പോൾ കാര്യം മനസ്സിലായി കഴിഞ്ഞു. മേടം രാശിയിൽ മാന്തിയെ ഇട്ടാൽ മതി. പക്ഷെ മാന്തി ഉദയം എപ്പോഴെന്നുള്ളത് മണിക്കൂർ മിനിറ്റിൽ കണ്ടുപിടിക്കണം. ഈ നാഴിക വിനാഴികയിൽ ഇട്ടയ്ക്കുന്നതാണ് നമുക്ക് വിഷമം വരുന്നത്. എല്ലാ പേർക്കും വിഷമം നമ്മളെ പഴയ അപ്രോച്ചാണ്. മണിക്കൂർ മിനിറ്റിൽ മാറ്റേണ്ട കാലം കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും നമ്മൾ പഴയ രീതിയിലാണ് പോകുന്നത്. അതേസമയം സമയം പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ആ സമയം എപ്പോഴെന്ന് മണിക്കൂർ മിനിറ്റിൽ കണ്ടുപിടിക്കണം. അതാണ് നമുക്കുള്ള ജോലി. നമ്മളിപ്പോ നാഴിക വിനാഴികയിൽ ആരെങ്കിലും സമയം ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ എത്ര സമയമായി, അസ്തമാനാൽപരം 5 നാഴിക 10 വിനാഴിക എന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടോ? ഇന്നത്തെ കാലത്തുണ്ടോ? ഒരു വ്യക്തി പോലും ഉണ്ടാവില്ല. ഒരു വ്യക്തി പോലും ഉണ്ടാവില്ല. ഇന്ത്യയിലുള്ള ജനത 140 കോടി ജനത എടുത്താൽ ഒരു മനുഷ്യർ പോലും അങ്ങനെ പറയുന്നവർ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴതിനെ മണിക്കൂർ മിനിറ്റിൽ മാറ്റണം. മണിക്കൂർ ഇപ്പൊ ഒരു കക്ഷി വരികയാണ്. വരുന്നത് മാന്തി ഉദയ സമയത്താണോ എന്ന് എങ്ങനെ അറിയും? അതാണ് നമ്മുടെ ചോദ്യം. അല്ലെങ്കിൽ പ്രശ്നം വച്ച സമയത്ത് മാന്തി ഉദയം കഴിഞ്ഞോ എന്നുള്ളത് എങ്ങനെ അറിയും? അതിലൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സൂര്യ ഉദയം 6:46, മാന്തി ഉദയം 3:13:32 മേടൻ രാശി. ഇനി അടുത്ത് ചെയ്യേണ്ടത് ഉദയാൽ പരത്തിനെ എടുക്കണം. ഉദയാൽ പരം എത്ര നോക്കണം? 9-ാം തീയതി റൈറ്റ് സൈഡിൽ നിന്ന് നോക്കണം. ഉദ പരം നാഴിക വിനാഴിക എന്നിട്ടുണ്ട്. 3:33. എഴുതണം 3.33. 3.33. ഇത് ഏത് രാശിയിലാണ്? 3.33 മകരൻ രാശി. മകരമാസമായതിന്, മകരമാസമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മകരമാസത്തില്. അപ്പോൾ ഇത്രയും സമയം മകരൻ രാശി എന്നർത്ഥം. അത് കഴിഞ്ഞു കുംഭത്തിന്റെ രാശിമാനം 32-ാമത്തെ പേജ് എടുക്കണം. 32-ാമത്തെ പേജ്. തിരുവനന്തപുരത്ത് കുംഭത്തിന്റെ രാശിമാനം എത്ര നോക്കണം. മകരത്തില് 3:33, മകരത്തില് 3:33. കുംഭത്തിന്റെ രാശിമാനം എത്ര നോക്കണം. 4:27. തിരുവനന്തപുരത്തിന് തിരുവനന്തപുരം 23. 27 കന്യാകുമാരിയാണ്. 4:23 എഴുതണം. അതിന്റെ തൊട്ട് താഴെ 4:23 എന്ന് എഴുതണം. മീനത്തിന് എത്ര? മീനത്തിന് 4:17. അപ്പോൾ 3:33, അതിന്റെ താഴെ 4:23, അതിന്റെ താഴെ 4:17, അതിന്റെ താഴെ 4:17. ഇത്രയും നാഴിക വിനാഴിക കൂട്ടി നോക്കണം. 3:33, 4:23, 4:17 കൂട്ടുമ്പോൾ എത്ര വരുന്നത് നോക്കണം. പന്ത്രണ്ട് 13. അപ്പോഴൊരു കാര്യമുണ്ട്. 12-13 ആകുമ്പോൾ 12-13 മീനൻ രാശി തീർന്നു. ഞാൻ അത് രസത്തിന് വേണ്ടി പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ 12-13 കഴിഞ്ഞാൽ പിന്നെ ഏത് രാശിയാണ്? മേടൻ രാശി. അപ്പോൾ മേടൻ രാശി. മാന്തി ഉദിക്കുന്ന എപ്പോഴും 13:32. അപ്പോഴും മാന്തി മേടത്തിൽ തന്നെ എന്നുള്ള ഉറപ്പായി. ഇനി എത്ര സമയമെന്ന് കണ്ടുപിടിക്കാൻ, ഇതിനെ എപ്പോഴും ഉദിക്കുമെന്ന് കണ്ടുപിടിക്കാൻ ഇതിനേക്കാൾ എളുപ്പമാണ്. വേറെ ഒന്നും ചെയ്യേണ്ട. എത്ര മണിക്ക് ഉദിക്കുമെന്നുള്ള അറിയാൻ ഇതൊന്നും വേണ്ട. എളുപ്പ വഴി. ഉദയം 6:46, മാന്തി ഉദിക്കുന്നതും 13:32. ഈ 13:32 മണിക്കൂർ മിനിറ്റിൽ എങ്ങനെ മാറ്റും? 13:32 മണിക്കൂർ മിനിറ്റിൽ എങ്ങനെ മാറ്റും? 1 നാഴിക 24 മിനിറ്റ്. 13-നെ 24 കൊണ്ട് ഗുണിക്കണം. 13-നെ 24 കൊണ്ട് ഗുണിക്കണം.
312. ഇനി 32 വിനാഴികയെ മിനിറ്റിൽ മാറ്റണം. അപ്പൊ നമ്മൾ 13 മാറ്റിയേ ഉള്ളൂ. നമ്മൾ ആദ്യം ഉദയം 6:46 അവിടെ ഇരിക്കട്ടെ, അത് അവിടെ ഇരുന്നോട്ട്. ഇപ്പൊ നമ്മൾ കൂട്ടി, ഇപ്പൊ നമ്മൾ നാഴിക വിനാഴികയെ കൂട്ടി കണ്ടുപിടിച്ചത് മാന്നി മേടത്തിലാണോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അത് മേടത്തിലാണെന്ന് മനസ്സിലായി. കാരണം 12, 13 നാഴിക ആയപ്പോൾ മീനം രാശി തീർന്നു. മാന്നി ഉദിക്കുന്ന 13:32 അപ്പോഴും മേടത്തിലായി എന്നർത്ഥം. 6:46 പ്ലസ് ഈ 12 നാഴിക ആകുമ്പോൾ എത്ര മിനിറ്റ്? 12 നാഴിക ആകുമ്പോൾ എത്ര മിനിറ്റ്? ഇല്ല, 13 നാഴിക 288 312. 32 വിനാഴിക എങ്ങനെ മിനിറ്റിലാക്കും? 24ന്റെ പകുതി എടുക്കുമ്പോൾ 12, 12 ഒന്നും 13 മിനിറ്റ് വരും. കൂട്ടണം. 312ന്റെ കൂടെ 13 കൂടി കൂട്ടുമ്പോൾ എത്രയായി? 325. 312 പ്ലസ് 15, 312 പ്ലസ് 13, 312 പ്ലസ് 13 സമം 325. അതിന് അത്രയും മിനിറ്റ് 325 മിനിറ്റിനെ മണിക്കൂറിൽ മാറ്റണം. 60 കൊണ്ട് ഭാഗിച്ച് 5 മണിക്കൂർ 25 മിനിറ്റ്. 5 മണിക്കൂർ 25 മിനിറ്റ്. ഒന്ന് എല്ലാവരും ഭാഗിക്കണം. 325നെ 60 കൊണ്ട് ഭാഗിച്ച് ഹരണഫലം മണിക്കൂർ, ശിഷ്ടം മിനിറ്റ്. 325നെ 60 കൊണ്ട് ഭാഗിക്കണം. 1 6 6, 2 6 12, 3 6 18, 4 6 24, 5 6 30. അപ്പോൾ 5 മണിക്കൂർ 300 പോയിട്ട് 25. 5 മണിക്കൂറും 25 മിനിറ്റ്. എല്ലാവർക്കും കിട്ടിയോ? കിട്ടി. അപ്പോൾ 5 മണിക്കൂർ താഴെയാണ്. 5 മണിക്കൂർ 25 മിനിറ്റ്. 5 മണിക്കൂർ 25. ഇതിനെ ഉദയത്തിന്റെ കൂടെ കൂട്ടണം. 6:46ന്റെ കൂടെ 5:25 കൂടി കൂട്ടണം. പന്ത്രണ്ട് 11. ശരി തന്നെ, ഞാൻ നോക്കിയില്ല. 12 മണിക്കൂർ 11 മിനിറ്റ്. 6:46 പ്ലസ് 5 25. 5:25. 6 5 11 4 6 1 12. 12 മണി 11 മിനിറ്റിന് മാന്നി ഉദിക്കും. 12 മണി 11 മിനിറ്റിന് മാന്നി ഉദിക്കും. ഈ 12 11 കഴിഞ്ഞാണ് വരണമെങ്കിൽ മാന്നി ഉദയം കഴിഞ്ഞു. അതിന് മുമ്പ് വന്നാൽ മാന്നി ഉദയം കഴിഞ്ഞില്ല. ആരുടെയെങ്കിലും കയ്യിൽ എക്സ്ട്രാ മൊബൈൽ ഉണ്ടോ? സോഫ്റ്റ്വെയർ ഉള്ള എക്സ്ട്രാ മൊബൈൽ ഉണ്ടോ? സോഫ്റ്റ്വെയർ ഉള്ള എക്സ്ട്രാ മൊബൈൽ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. നാളെ നാളത്തെ ഗ്രഹനില, നാളത്തെ ഡാറ്റ എടുത്തിട്ട് 12 മണി 11 മിനിറ്റിന്റെ സ്ഫുടം എടുത്ത് നോക്കണം. 12 മണി 11 മിനിറ്റിന്റെ സ്ഫുടം എടുത്ത് നോക്കണം. സ്ഫുടം ഒരു രസത്തിന്.
12 മണി 10 മിനിറ്റിന്റെ സ്ഫുടം എടുക്കണം. 12 മണി 10 മിനിറ്റ്. 12 മണി 10 മിനിറ്റ്. എടുത്തോ? ആരെങ്കിലും ഒരാൾ എടുത്തിട്ട് പൊളിച്ച് പറഞ്ഞത്. ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. 12 മണി 10 മിനിറ്റ്. തിരുവനന്തപുരം എടുക്കണം. എടുത്തോ? ഹലോ, എടുത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരും എടുത്തില്ല. അങ്ങനെ ഈ 12 മണി 11 മിനിറ്റ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മൊബൈലിൽ നമ്മുടെ സോഫ്റ്റ്വെയറിൽ 12 മണി 10 മിനിറ്റ് ആണ് വരുന്നത്. ഈ മാന്നി ഉദിക്കുന്ന സമയത്തുള്ള ഗ്രഹനില എടുത്താൽ, വ്യക്തമായിട്ട് കേട്ടോളണം, എളുപ്പ വഴിയാണ്, വളരെ സിമ്പിൾ. മാന്നി ഉദിക്കുന്ന സമയം 12 മണി 11 മിനിറ്റ് എന്നാണ് കിട്ടിയത്. 12 മണി 10 മിനിറ്റ് ആണ് ആപ്റ്റ് ടൈം. അത് വന്നിട്ട് ഈ സൂര്യ ഉദയത്തിന്റെ ഒക്കെ വ്യത്യാസം വരുന്നത് കൊണ്ടാണ്. എടുത്തു കഴിഞ്ഞാൽ ലഗ്ന സ്ഫുടവും മാന്നി സ്ഫുടവും ഒരുപോലെ കിട്ടും. ഇവിടെ ഞാൻ 12 മണി 10 മിനിറ്റ് എടുത്തപ്പോൾ ലഗ്ന സ്ഫുടം എഴുതിക്കൊള്ളണം. 8 ഡിഗ്രി 46 മിനിറ്റ് 22 സെക്കൻഡ്. മേടത്തിലെ 8 ഡിഗ്രി 46 മിനിറ്റ് 22 സെക്കൻഡ്. ഗുളികനും 8 ഡിഗ്രി 46 മിനിറ്റ് 22 സെക്കൻഡ്. രണ്ടും ഒരുപോലെ ഇരിക്കും. കണ്ടുപിടിക്കാൻ എളുപ്പ വഴിയാണ് ഇത്. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. മാന്നി ഉദിക്കുന്ന സമയം ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി ആ സമയത്തിന്റെ സ്ഫുടം എടുത്താൽ ലഗ്ന സ്ഫുടവും മാന്നി സ്ഫുടവും ഒരുപോലെ കിട്ടും. ബ്രാക്കറ്റ് ഇട്ട് എഴുതിക്കൊള്ളണം. മാന്നി ഉദയം ശരിയാണോ എന്ന് പരിശോധിക്കാൻ. ഒരു സംശയം. അതെ, നമ്മള് ഗുളിക ബന്ധമില്ലാതെ ജനനവും മരണവും ഇല്ല എന്നൊക്കെ പറയുന്നത് ഈ സംഭവം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഗുളിക ബന്ധമില്ലാതെ ജനനവും മരണവും ഇല്ല എന്ന് പറയണമെങ്കിൽ ഇതിനെക്കുറിച്ച്, ഗുളികനെ കുറിച്ച് പഠിക്കാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളെ കേരളം വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫോറിൻ അസ്ട്രോളജിയിലൊന്നും ഗുളികനെ കുറിച്ച് പഠിക്കുന്നില്ല. അവിടെ ജനനവും മരണവും ഇല്ലേ? അതൊക്കെ ചുമ്മാ ചുമ്മാ വാച പഠിച്ചുകൊണ്ട് നടക്കുന്നതാണ്. മരണത്തിനെ തീരുമാനിക്കുന്നത് അഷ്ടമം, അഷ്ടമാധിപതി, ശനി, ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇവരാണ് മരണത്തെ തീരുമാനിക്കുന്നത്. ഗുളികൻ എന്ന് പറയുന്നത് ശനിയുടെ ഒരു അംശമാണ്. ശനിയുടെ ഒരു അംശം, അതില്ലെന്ന് പറഞ്ഞില്ല. ശനി മരണകാരകൻ ശനിയാണ്, ആയുഷ്കാരകൻ ശനിയാണ്. ശനിയുടെ ഒരു അംശമാണ് ഗുളികൻ എന്ന് പറയുന്നത്. അത് പ്രശ്നത്തിലാണ് കൂടുതലും വരുന്നത്. നമ്മൾ പ്രശ്നത്തിലേ അതിന് സാധനമുള്ളൂ. അല്ലാതെ ജാതകത്തിലൊന്നും അത്രത്തോളം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജാതകത്തിൽ അതിന് പകരം അഷ്ടമവും അഷ്ടമാധിപനും ഒക്കെ ഉണ്ടല്ലോ. ശരി, സമയം പോകുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. ഗുളികൻ ഈ 12 മണി 10 മിനിറ്റ്, ഗുളിക ഉദയ സമയം കറക്റ്റാണോ എന്നറിയാൻ ആ സമയത്തുള്ള സ്ഫുടം എടുത്തു കഴിഞ്ഞാൽ ആ സമയത്തുള്ള ഗ്രഹങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഗുളിക സ്ഫുടവും മാന്യ സ്ഫുടവും ഒരുപോലെ കിട്ടും. എഴുതിക്കൊള്ളണം. സാറേ, ഇപ്പൊ പറഞ്ഞ മാന്തി ഉദയം ശരിയാണ് എന്ന് പരിശോധിക്കാൻ ആ സമയത്തെ ഗ്രഹനില എടുത്താൽ ഗുളിക സ്ഫുടവും മാന്യ സ്ഫുടവും ലഗ്ന സ്ഫുടവും ഒരുപോലെ കിട്ടും. ഗുളിക സ്ഫുടവും ലഗ്ന സ്ഫുടവും ഒരുപോലെ കിട്ടും. ശരി, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഗുളിക ഉദയം കഴിഞ്ഞാണ് നമ്മൾ പ്രശ്നം വയ്ക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. അത് ആ രാശിയിൽ വരുമ്പോഴേ കുഴപ്പമുള്ളൂ, അല്ലാതെ കുഴപ്പമില്ല. അതുകൂടി മനസ്സിലാക്കണം. ഇപ്പം മീനൻ രാശിയിലാണ് ഒരാൾ വന്നെങ്കിൽ കുഴപ്പമില്ല. മേടൻ രാശിയിൽ വരികയാണെങ്കിൽ, ഗുളിക നിൽക്കുന്ന രാശിയിൽ വരികയാണെങ്കിൽ ഗുളിക ഉദയം കഴിഞ്ഞെടുക്കണമെന്നുള്ളത്. അടുത്ത് കഴിഞ്ഞിട്ട് ഇനി അടുത്തൊരു ദോഷമുള്ളത്, ഇനി അടുത്ത് വരുന്ന ദോഷം
അപ്പോൾ ഗുളികോദയത്തിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു, ഗുളിക എടുക്കാണ്ടായി പഠിച്ചു, നക്ഷത്ര സന്ധി പഠിച്ചു, ഗ്രഹണത്തിനെ കുറിച്ചും പഠിച്ചു, ത്രയോദശി. ഇനി പാട്ടുരാശി എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? പാട്ടുരാശി എന്ന് കേട്ടിട്ടുണ്ടോ? പാട്ടുരാശി എഴുതിക്കണം. പാട് ഉള്ള രാശി, അതാണ് പാട്ടുരാശി. അതായത് സൂര്യന്റെ 7ാം രാശിയാണ് പാട്ടുരാശി. സൂര്യന്റെ 7ാം രാശിയിൽ പ്രശ്നം വയ്ക്കുന്നത് നല്ലതല്ല. സൂര്യന്റെ 7ാം രാശിയിൽ വരുന്ന സമയത്ത് പ്രശ്നത്തിന് വരുന്നതല്ല. സൂര്യന്റെ 7ാം രാശി വരുമ്പോൾ എപ്പോഴാവും? സമയം പറഞ്ഞു നോക്കണം. സന്ധ്യാസമയം. സന്ധ്യാസമയം. സൂര്യന്റെ 7ൽ ഒരു കുട്ടിയുടെ ലഗ്നം, ഒരു കുഞ്ഞ് ജനിച്ചത് നമ്മൾ നോക്കുമ്പോൾ സൂര്യന്റെ 7ലാണ് ലഗ്നം വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ പറയണം സന്ധ്യാസമയമാണെന്ന് പറയണം. സന്ധ്യാസമയത്താണ് കുട്ടി ജനിച്ചത്, സന്ധ്യാസമയം നോക്കുക. സൂര്യന്റെ 7 വരുമ്പോൾ സന്ധ്യ. അത് സൂര്യന്റെ 7ന് പാട്ടുരാശി എന്ന് പറയും. ഇതും നല്ലതല്ല, പ്രശ്നത്തിന് നല്ലതല്ല. എഴുതിക്കൊള്ളണം. പാട്ടുരാശി, സൂര്യന്റെ 7ാം രാശി സമയത്ത് പ്രശ്നം വയ്ക്കുകയോ പ്രശ്നത്തിനായി ഒരാൾ വിളിക്കുകയോ ചെയ്യുന്നത് നല്ലതല്ല. ആ വിളിക്കുന്ന സമയമായിരുന്നാലും ദോഷം തന്നെ. സൂര്യന്റെ 7ാം രാശി പാട്ടുരാശി എന്നറിയപ്പെടുന്നു. ഈ സമയം സന്ധ്യാസമയമായിരിക്കും. ഈ സമയം സന്ധ്യാസമയമായിരിക്കും. സായം സന്ധ്യ വൈകുന്നേരമുള്ള സന്ധ്യയാണ്. ഈ സമയത്ത് പ്രശ്നം വയ്ക്കുകയോ പ്രശ്ന ഉദ്ദേശത്തിനായി വിളിക്കുകയോ ചെയ്യുന്നത് നല്ലതല്ല. ഇനി അടുത്ത സെക്കൻഡ് കേട്ടോണം. സൂര്യസംക്രമം. ആരൂഢം മറഞ്ഞു എന്നൊക്കെ പറയുന്ന ഇതല്ലേ സംഭവം? ആരൂഢം മറഞ്ഞു എന്ന് പറയുന്നത് ഇതല്ല. ആരൂഢം മറഞ്ഞു എന്ന് പറയുന്നത് ലഗ്നവും ആരൂഢവും തമ്മിൽ ഷഷ്ടാഷ്ടമം വരുന്നതാണ് മറഞ്ഞു എന്ന് പറയുന്നത്. ആരൂഢം ചെറുത്തു എന്ന് പറയും, മറഞ്ഞു അല്ലെങ്കിൽ ചെറുത്തു എന്ന് പറയും. ഇവിടുത്തെ നമ്മുടെ ഭാഷയിൽ ആരൂഢം ചെറുത്തു എന്ന് പറയും. നമുക്കിപ്പോൾ ലഗ്നം, ഇപ്പോഴത്തെ ലഗ്നമാണ് ഇപ്പോഴും നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ചിങ്ങ ലഗ്നം ഒന്ന് കണക്കാക്കുക. ചിങ്ങം രാശിയിലാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ചിങ്ങൻ രാശി. ഇപ്പോൾ ചിങ്ങ ലഗ്നം വരും. ഇപ്പോൾ ചിങ്ങ ലഗ്നം ആരൂഢം എടുത്തപ്പോൾ മകരം കിട്ടി എന്ന് കണക്കാക്കുക. ആരൂഢം എടുത്തപ്പോൾ മകരമാണ് കിട്ടിയത്. അപ്പോൾ ലഗ്നവും മകരവും തമ്മിലുള്ള ബന്ധം നോക്കണം. ലഗ്നം ചിങ്ങം, ആരൂഢം മകരം. മകരവും ചിങ്ങവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഷഷ്ടാഷ്ടം. അങ്ങനെ വന്നാലാണ് ആരൂഢം മറഞ്ഞു എന്ന് പറയുന്നത്. ശരി, അടുത്ത പോട്ടെ. ഇനി അടുത്ത സംക്രമ സമയം. സൂര്യസംക്രമം. സൂര്യസംക്രമം എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു ഡേറ്റ് ഉണ്ട്. മലയാള മാസം 1-ാം തീയതി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. 1-ാം തീയതി നമ്മൾ രാവിലെ എഴുതി അമ്പലത്തിൽ പോകും. ഏകദേശം എല്ലാ അമ്പലങ്ങളിലും അന്ന് സ്പെഷ്യൽ പൂജയൊക്കെ ഉണ്ടാവും. സൂര്യൻ രാശി മാറുന്ന സമയമാണ് 1-ാം തീയതി. ഒരു രാശിയിൽ നിന്ന് സൗരമാസം എന്നാണ് അറിയപ്പെടുന്നത്. ഒരു രാശിയിൽ നിന്ന് അടുത്തൊരു രാശിയിലേക്ക് മാറുന്ന ദിവസമാണ് 1-ാം തീയതി. അതാണ് നമ്മുടെ സങ്കല്പം. ഇതിനെ സൂര്യസംക്രമം എന്ന് പറയും. പക്ഷേ സൂര്യസംക്രമത്തിന്റെ 16 നാഴിക മുന്നിലും 16 നാഴിക പിന്നിലും ഒരു മുഹൂർത്തവും പാടില്ല. പ്രശ്നത്തിനും നല്ലതല്ല. അപ്പോൾ 16 നാഴികയ്ക്ക് മുന്നിലും 16 നാഴിക പിന്നിലും ആകുമ്പോൾ എത്ര നാഴികയായി? 32 നാഴികയാകുമ്പോൾ എത്ര ശരാശരി എത്ര എന്ന് പറയാം? ഒരു പകല് അല്ലെങ്കിൽ ഒരു രാത്രി. സൂര്യസംക്രമത്തിന് മുന്നിൽ 16 നാഴികയും സൂര്യസംക്രമത്തിന് ശേഷം 16 നാഴികയിലും ഒരാൾ വിളിക്കുകയാണെങ്കിൽ ബിംബസംക്രമം അല്ലെങ്കിൽ സൂര്യസംക്രമം എന്ന് പറയും.
ആ സമയവും നല്ലതല്ല, ഒരിക്കലും നല്ലതല്ല. അത് വളരെ ദോഷമാണ്. കഴിക്കണം, സൂര്യസംക്രമം കഴിക്കണം. സൂര്യൻ ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് മാറുന്നതാണ് സൂര്യസംക്രമം. സൂര്യൻ ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് മാറുന്നതാണ് സൂര്യസംക്രമം. ഈ മാറുന്നതിന് മുൻപുള്ള 16 നാഴികയും മാറിയതിന് ശേഷമുള്ള 16 നാഴികയും ഈ മാറുന്നതിന് മുൻപുള്ള 16 നാഴികയും മാറുന്നതിന് മുൻപുള്ള 16 നാഴികയും ശേഷമുള്ള 16 നാഴികയും ആകെ 32 നാഴിക. ആകെ 32 നാഴിക ബിംബസംക്രമമാകുന്നു. ഇത് മുഹൂർത്തത്തിനും പ്രശ്നത്തിനും ഉചിതമല്ല. ഈ സമയം മുഹൂർത്തത്തിനും പ്രശ്നത്തിനും ഉചിതമല്ല. ശരി, അതെങ്ങനെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞുതരാം. ഇപ്പം നമ്മളെടുത്ത പേജ് എടുക്കണം. ഇപ്പോഴും നമ്മളെടുത്ത പേജ്, ഇപ്പോഴെടുത്ത 52ാമത്തെ പേജല്ലേ? 52ാമത്തെ പേജ് തന്നെ. 52-ാം പേജ്. അതെ. അല്ലെങ്കിൽ അവരവരെ കയ്യിരിക്കുന്ന പഞ്ചാംഗം അതിന്റെ ടോപ്പിൽ നോക്കണം. 2 സൈഡും 2 കോളം കിടപ്പുണ്ട്. ഒന്ന് ഗ്രഹനില, ഇനി ഒന്ന് രാശി ധ്രുവങ്ങൾ. കണ്ടോ? രണ്ട് കോളവും കണ്ടോ എന്ന് ചോദിച്ചു. കണ്ടു സാർ. അതിന്റെ നടുക്ക് കണ്ടോ? നടുക്ക് കുറച്ച് എഴുതിക്കണുണ്ടോ? അതിന്റെ നടുക്ക് കുറച്ച് എഴുതിക്കണ കണ്ടോ എന്ന് ചോദിച്ചു. കണ്ടു സാർ. കുറെ കഴിയുമ്പോൾ കണ്ടില്ല എന്ന് പറയരുത്, ഇവിടെ തന്നെ ശ്രദ്ധിക്കണം. മകരം 1-ന് ചൊവ്വാഴ്ച രാവിലെ 8:55 ഉദയാൽപര 5:27 പുണർത നക്ഷത്രം 4-ാം പാദം കർക്കടകക്കൂറിൽ മകരരവി സംക്രമം. അതായത് ഇതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ മകരമാസം 1-ാം തീയതി അന്ന് പുണർത നക്ഷത്രമാണ്, ചൊവ്വാഴ്ചയാണ്. നോക്കണം, ശരിയെന്നെ നോക്കണം. ആ 1-ാം തീയതി പുണർത നക്ഷത്രവും ചൊവ്വാഴ്ചയെ നോക്കണം. ഗ്രഹനിലയിൽ നോക്കണം. താഴെ 14, 24, 1 പൂ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കണ്ടോ? എല്ലാവരും കണ്ടോ? കണ്ടു സാർ. കണ്ടു. അതിന്റെ വിവരം അന്ന് 8:55 സൂര്യൻ മകരൻ രാശിയിൽ വരുന്നത്. അപ്പോഴ് അന്ന് സൂര്യ ഉദയ സമയത്ത് സൂര്യൻ എവിടെ നിന്നു? പറയണം ആരെങ്കിലും. സൂര്യൻ 6:46 ഉദിച്ചത്. സൂര്യൻ ഉദിച്ചത് 6:46 കണക്കാക്കുക. ഫോർ എക്സാമ്പിൾ 6:46 ഉദിച്ചു. സൂര്യൻ ഉദിക്കുന്ന സമയത്ത് സൂര്യൻ ഏത് രാശിയിൽ നിന്നു? 1-ാം തീയതി. ഏത്? ധനു. അന്ന് 8:55 മകരത്തില് കാലെടുത്ത് വച്ചത് സൂര്യൻ. മകരത്തിൽ വന്നാൽ മാത്രമേ മകരമാസം പിറക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മകരമാസം 1 എന്ന് പറയുന്നത് ചില ക്ഷേത്രങ്ങളിലൊക്കെ വരുമ്പോൾ 2-ാം തീയതിയെ കൊടുക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? നമ്മുടെ ഗുരുവായൂര് അതുപോലെ തന്നെ മൂകാംബികയിലൊക്കെ പോയി കഴിഞ്ഞാൽ മകരം 1 എന്ന് പറയുന്നത് 2-ാം തീയതിയെ എടുക്കുള്ളൂ. നമ്മൾ ചോദിക്കും മകരം 1 ഇന്നലെയല്ലേ, പിന്നെ എന്തിന് ഇന്നെടുത്തത് എന്നൊക്കെ ചോദിക്കും നമ്മൾ. അതിന്റെ അർത്ഥം മനസ്സിലായോ? അതിന്റെ കാര്യം മനസ്സിലായോ? ഇല്ലെങ്കിൽ പറയണം, പറഞ്ഞുതരാം ഒന്നുകൂടെ. അതൊന്ന് പറഞ്ഞായിരുന്നു സാറ്. ഈ ഉത്തര മലയാള പഞ്ചാംഗത്തിലൊക്കെ അങ്ങനെയാണ് വരണത്.
അതായത് ചില സ്ഥലത്ത് വരുമ്പോൾ ചില ക്ഷേത്രങ്ങളിൽ ഗുരുവായൂർ പോലുള്ള ക്ഷേത്രം, മൂകാംബിക പോലുള്ള ക്ഷേത്രത്തിൽ ചിലപ്പോൾ നമ്മൾ പഞ്ചാംഗത്തിൽ നോക്കിക്കൊണ്ട് പോകും. മകരം 1-ാം തീയതി രാവിലെ ചെന്ന് ദർശനം കാണാൻ വേണ്ടി പോകും. ഇവിടുന്ന് ഭയങ്കരമായിട്ട് അവിടെ റൂമൊക്കെ ബുക്ക് ചെയ്ത് പോകും 1-ാം തീയതി. അവിടെ പോകുമ്പോൾ പറയും 1 നാളെയാണ്, ഇന്നല്ല എന്ന് പറയും. നമ്മളാകെ വിഷമിക്കും. ഒരു ദിവസം കൂടി റൂമിന്റെ അവൈലബിലിറ്റി കിട്ടൂല. പിന്നെ വീട്ടിൽ ബുദ്ധിമുട്ട്, വണ്ടിയുടെ റിസർവേഷൻ്റെ ഉള്ള വിഷമങ്ങള്. റിസർവേഷൻ നമ്മൾ അന്ന് കണ്ടിട്ട് അന്ന് രാത്രിയൊക്കെ നമ്മൾ റിസർവ് ചെയ്തിട്ടേക്കും, വരാൻ പറ്റൂല, വിഷമിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല, പഞ്ചാംഗത്തിൽ 1 പറഞ്ഞിരിക്കുന്നത് ചൊവ്വാഴ്ചയില്ല, പിന്നെ ഇവർ 1 ബുധനാഴ്ച 2-ാം തീയതിയെ 1 വയ്ക്കുന്നു. അതിന്റെ കാര്യം എന്ത് എന്ന് അറിയാനാണ് ഞാൻ പറഞ്ഞത്. അത് 1 എന്ന് ഇട്ടിക്കുന്ന ദിവസം സൂര്യൻ മകരം രാശിയിൽ പോകുന്നത് എത്ര മണിക്ക്? ഒന്ന് നോക്കിയിട്ട് പറയണം. രാവിലെ 8:55 8:55 ആകുമ്പോഴേ മകരം രാശിയിൽ സൂര്യൻ പ്രവേശിക്കുകയുള്ളൂ. അങ്ങനെ മകരം രാശിയിൽ പ്രവേശിച്ചാലേ മകരമാസം പുറക്കുകയുള്ളൂ. അപ്പോൾ ഉദയ സമയത്ത് സൂര്യൻ എവിടെ നിന്നു? അതാണ് ചോദ്യം. അന്ന് ഉദിച്ച സമയത്ത് സൂര്യൻ എവിടെ നിന്നു? ധനുവില്. അപ്പോൾ സൂര്യ ഉദയ സമയം മകരം രാശിയിൽ വരുന്നത് എന്നാണ്? ആദ്യമായിട്ട് മകരം രാശിയിൽ വരുന്നത് മകരമാസം 2-ാം തീയതി. 2-ാം തീയതി. അതാവുന്നു മറുപടി. അപ്പോൾ എൻ്റെ ജോലി തീർന്നു, ഞാൻ പറയേണ്ടത് തീർന്നു. മകരമാസം 2-ാം തീയതിയാണ് സൂര്യ ഉദയ സമയത്ത് സൂര്യൻ മകരം രാശിയിൽ ആദ്യമായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് 2-ാം തീയതിയെ 1-ാം തീയതിയായിട്ട് പരിഗണിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? ഇപ്പോഴും മനസ്സിലായോ? മനസ്സിലായി സാർ. മനസ്സിലായി സാർ. മനസ്സിലായി. അതായത് 1-ാം തീയതി എന്ന് ഇവിടെ പറയുന്നെങ്കിലും സൂര്യോദയ സമയത്ത് സൂര്യൻ ആ രാശിയിൽ നിൽക്കണം, രാശിയിലല്ല. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മകരം 1 പറയുന്ന അന്ന് രാവിലെ 7 മണിക്ക്, മകരം 1 പറയുന്ന ചൊവ്വാഴ്ച 7 മണിക്ക് ഒരു കുട്ടി ജനിച്ചാൽ കുട്ടിയുടെ സൂര്യൻ ഏത് രാശി കിടക്കും? ധനുരാശി. ധനുരാശി. ധനുരാശിയിലേ ഇടാൻ പറ്റുള്ളൂ. മകരമാസം 1 നമ്മൾ നോക്കുമ്പോൾ മകരം 1 ജനിച്ചു, സൂര്യനെ എടുത്ത് ധനുവിൽ ഇട്ടക്കുന്നു എന്നൊന്നും പറയരുത്. 1 പറയുന്നത് നമ്മളെ പഞ്ചാംഗം എഴുതിയ സമയത്ത് വന്ന ഒരു സാങ്കേതിക ബുദ്ധിമുട്ട് എന്ന് പറയാം. ഒരു സാങ്കേതിക ബുദ്ധിമുട്ടെന്ന് തന്നെ പറയണം. ഇതൊന്നും അറിഞ്ഞിരിക്കണം, എല്ലാ പേരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പഞ്ചാംഗ വിഷയമാണ്. എവിടെയെങ്കിലും നമ്മൾ ഗുരുവായൂരൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ 2-ാം തീയതി 1 പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റല്ല, ശരി തന്നെ എന്ന് പറയുന്നവർക്കാരുടെ ആയിരിക്കും ആളുകൾ ശ്രദ്ധിക്കുന്നത്. ശരിയാണ്, എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയണം: സൂര്യ ഉദയ സമയത്ത് സൂര്യൻ മകരൻ രാശിയിൽ ഇല്ലായിരുന്നു, ധനുരാശിയിൽ. മകരൻ രാശിയിൽ ആദ്യമായിട്ട് വരുന്ന ദിവസം 2-ാം തീയതിയാണ്. അതുകൊണ്ട് 2. ഇനി ഇതിന്റെ അടുത്ത പേര് എടുക്കണം. കുംഭമാസം. കുംഭമാസത്തിൽ സൂര്യന്റെ സംക്രമം എപ്പോഴെന്ന് നോക്കണം. നടുക്ക് നോക്കണം, അതുപോലെ നടുക്ക് നോക്കണം. വായിക്കണം, ഒരാൾ വായിക്കണം. ബുധനാഴ്ച രാത്രി 9:56. മകരമാസം 30-ാം തീയതി രാത്രി 9:56 തന്നെ ആശാൻ ചാടി കുംഭത്തിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ നേരം വെളുക്കുന്നതിന് മുമ്പ് തലേദിവസം രാത്രി തന്നെ ഇവിടെ വാരി കെട്ടിക്കൊണ്ട് പുറത്തു വന്നു. കണ്ടോ? അപ്പോൾ കുംഭം 1 പറയുന്നത് ഈ പറയുന്ന ദിവസം തന്നെ. അപ്പോൾ കുംഭം 1-ാം തീയതി രാവിലെ സൂര്യൻ ഏത് രാശിയിലുണ്ട്? കുംഭത്തിൽ തന്നെ ഉണ്ട് സാറേ. കുംഭത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല. കുംഭം 1-ാം തീയതി ഈ പറയുന്ന ദിവസം തന്നെ 1-ാം തീയതി അങ്ങനെ എടുക്കണം. ഒന്നുകൂടെ പറയാം. കുംഭത്തില് സൂര്യൻ പ്രവേശിക്കുന്നത് മകരം, നമ്മളെ പഞ്ചാംഗ പ്രകാരം മകരം 30 രാത്രി 9:56 പ്രവേശിച്ചു കഴിഞ്ഞു.
അപ്പൊ രാത്രി 10 മണിക്ക് ഒരു കുട്ടി ജനിച്ചാൽ അല്ലെങ്കിൽ 11 മണിക്ക് ഒരു കുട്ടി ജനിച്ചാൽ കുട്ടിയുടെ സൂര്യൻ കുംഭൻ രാശിയിൽ വരും, മകരത്തിലല്ല. മകരം 31 പഞ്ചാംഗത്തിൽ പറയുന്നെങ്കിലും സൂര്യൻ കുംഭത്തിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ കുംഭമാസം 1-ാം തീയതി രാവിലെ നോക്കുമ്പോൾ സൂര്യ ഉദയ സമയത്ത് സൂര്യൻ എവിടെയാണ്? കുംഭൻ രാശിയിൽ. അപ്പോഴും നമ്മൾ ഈ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണം. നമ്മൾ ഏതെങ്കിലും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ തന്ത്രിമാർ പറയും 1-ാം തീയതി നാളെയാണെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ ഈ ചില ആചാരങ്ങൾ നമുക്കുണ്ട്. ആചാരപ്രകാരം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ആചാരം നമ്മളിൽ ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അത് അറിഞ്ഞിരിക്കണം. ശരിയോ തെറ്റോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. നമ്മളിത് ആ വിഷയത്തിനെ അറിഞ്ഞിരിക്കണം. ജ്യോതിഷം പഠിച്ച് നമ്മൾ പഞ്ചാംഗമൊക്കെ നോക്കാനും എടുക്കാനും ഒക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ വരുന്നത് ബിംബസംക്രമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൂര്യസംക്രമത്തിന് മുൻപ് 16 നാഴികയും പിൻപ് 16 നാഴികയും. അപ്പോൾ ഈ മകരമാസത്തില് മുൻപ് 16 നാഴിക പിൻപ് 16 നാഴിക നോക്കുമ്പോൾ എത്ര മണി വരെ മുഹൂർത്തത്തിന് നല്ലതല്ല നോക്കണം. ഒന്ന് എഴുതിക്കൊള്ളണം. 1200 മകരം 1, 1200 മകരം 1 രാവിലെ 8:55 രാവിലെ 8:55 സൂര്യൻ മകരൻ രാശിയിൽ പ്രവേശിക്കുന്നു. സൂര്യൻ മകരൻ രാശിയിൽ പ്രവേശിക്കുന്നു. അത് മുതൽ 16 നാഴിക മുഹൂർത്തത്തിനും പ്രശ്നത്തിനും ഉചിതമല്ല. അത് മുതൽ 16 നാഴിക മുഹൂർത്തത്തിനും പ്രശ്നത്തിനും ഉചിതമല്ല. അപ്പോൾ 8:55 മുതൽ 16 നാഴിക കൂട്ടി നോക്കണം. 16 നാഴിക ആകുമ്പോൾ എത്ര മണിക്കൂറായി? 16 നാഴിക 24 മിനിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ നോക്കണം. 16 ഗുണം 24 48, 96, 192, 384. 7 മണിക്കൂർ 48 മിനിറ്റ്. അത് എത്രയും വരുമോ? ആറ് മണിക്കൂർ 24 മിനിറ്റ് അല്ലേ? ആറ് മണിക്കൂർ 24 മിനിറ്റ് ശരിയല്ലേ? 6 മണിക്കൂർ 48 മിനിറ്റ്. 6 മണിക്കൂർ 48 ഉണ്ട് സാറേ. 6 മണിക്കൂർ 24 മിനിറ്റ് അല്ലേ? അല്ല സാറേ, 24 6 മണിക്കൂർ. ഈ 6:24 8:55 കൂടി കൂട്ടി നോക്കണം. 16×20 384. 16 കൊണ്ട് ഗുണിക്കാൻ വേണ്ടി 4 പ്രാവശ്യം 2 കൊണ്ട് ഗുണിച്ചാൽ മതി. 24, 48, 96, 192, 384. 24 അതിന്റെ ഡബിൾ 48, അതിന്റെ ഡബിൾ 196, അതിന്റെ ഡബിൾ 192, അതിന്റെ ഡബിൾ 384. 360 ആകുമ്പോൾ 6 മണിക്കൂർ 24 മിനിറ്റ്. 6 മണിക്കൂർ 24 മിനിറ്റ് വരും. എഴുതിക്കൊള്ളണം. 384 മിനിറ്റ് സമം 6 മണിക്കൂർ 24 മിനിറ്റ്. ആറ് മണിക്കൂർ 24 മിനിറ്റ് കൂട്ടണം. 8:55 കൂടെ 6:24 കൂട്ടുമ്പോൾ 3:19 വന്നോ? 15:19 വന്നോ? 15:19 3:19 PM വരെ ഒന്നിനും നല്ലതല്ല. അതായത് എളുപ്പത്തിൽ പറഞ്ഞാൽ സൂര്യസംക്രമം പകല് നടക്കുകയാണെങ്കിൽ ആ പകലിനെ അങ്ങ് ഒഴിവാക്കിയിരിക്കണം. സൂര്യസംക്രമണം പകലാണ് നടക്കണമെങ്കിൽ അന്ന് ഒരു മുഹൂർത്തവും എടുക്കരുത്. പ്രശ്നത്തിനും നല്ലതല്ല.
3:19 വരെ ഉചിത സമയമല്ല. 3:19 PM വരെ ഉചിത സമയമല്ല. സൂര്യസംക്രമണം പകലാണെങ്കിൽ ആ പകൽ പൂർണ്ണമായിട്ടും വർജിക്കണം. സൂര്യസംക്രമം പകലാണെങ്കിൽ ആ പകൽ പൂർണ്ണമായും വർജിക്കണം. ഇത് സാധാരണയായിട്ട് നോക്കുന്നത് 1-ാം തീയതി മുറയ്ക്കൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. 1-ാം തീയതി മുറയ്ക്കാണ് നോക്കേണ്ടത്. 1-ാം തീയതി എന്ന് പറഞ്ഞ് രാവിലെ നമ്മൾ നമ്മൾ ഒരു ജ്യോത്സ്യനെ കാണാൻ പോവുക എടുക്കുകയോ ചെയ്യും, അല്ലെങ്കിൽ ഒരു മുഹൂർത്തമൊക്കെ കുറിച്ച് കൊടുക്കുമ്പോൾ സൂര്യസംക്രമണമാണെന്നുണ്ടെങ്കിൽ ആ മുഹൂർത്തം കുറിക്കാതിരിക്കുന്നത് നല്ലത്. അത് നല്ലതല്ല. ഇനി വാരത്തിനെ കുറിച്ചുണ്ട്. വാരം സൈഡ് ഹെഡിങ്ങിട്ടുണ്ട്. വാരം എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? ആഴ്ച സാധാരണയായിട്ട് നമ്മുടെ പഴയ ആൾക്കാർ നക്ഷത്രവും നോക്കില്ല, വാരം മാത്രമേ നോക്കുകയുള്ളൂ. വാരത്തിനെ കുറിച്ച് അറിയാവുള്ളൂ. ചൊവ്വാഴ്ച അയ്യം, വെള്ളിയാഴ്ച അയ്യം, ശനിയാഴ്ച അയ്യം എന്നൊക്കെ ഇങ്ങനെ മോശം. നമ്മുടെ നാടൻ ഭാഷയാണത്. അയ്യം എന്ന് പറയും. മോശം എന്നാണ് അതിൻ്റെ അർത്ഥം, നമ്മുടെ തിരുവനന്തപുരം ഭാഷ. പിന്നെ ചൊവ്വാഴ്ച മോശമാണ്, വെള്ളിയാഴ്ച മോശമാണ്, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. നമ്മുടെ സിസ്റ്റം അനുസരിച്ച് ഏത് വാരം നല്ലത്, ഏത് വാരം മോശം? പാപവാരങ്ങൾ നല്ലതല്ല, ശുഭവാരങ്ങൾ നല്ലത്. ശുഭവാരങ്ങൾ ഏതൊക്കെയാണ്? തിങ്കൾ, ബുധൻ, വ്യാഴം, വെള്ളി, 4 ശുഭവാരം. ശനി, ഞായർ, ചൊവ്വ പാപവാരം. പാപവാരം ഒരു കാര്യത്തിന് നല്ലതല്ല, ശുഭവാരം നല്ലതാണ്. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? പാപവാരങ്ങളായ ശനിയാഴ്ച, ചൊവ്വാഴ്ച, ഞായറാഴ്ച പ്രശ്നത്തിനും മുഹൂർത്തത്തിനും നല്ലതല്ല. ശുഭവാരങ്ങളായ തിങ്കൾ, ബുധൻ, വ്യാഴം, വെള്ളി പ്രശ്നത്തിനും മുഹൂർത്തത്തിനും നല്ലതാണ്. എന്തെങ്കിലും സംശയമുണ്ടോ? സംശയം വരുമല്ലോ. എന്തെങ്കിലും ശിവദാസൻ സാർ എന്തെങ്കിലും സംശയമുണ്ടോ? സാറേ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞായറാഴ്ച ആണല്ലോ എല്ലാ കല്യാണവും നടക്കുന്നത്. അതാണ് ചോദിച്ചത്. അത് ചോദിക്കാനാണ് ഞാൻ ചോദിച്ചത്. ഞായറാഴ്ചയാണ് കല്യാണം നടക്കുന്നത്. നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. ഞായറാഴ്ച പാപവാരം തന്നെയാണ്, ഉചിതമല്ല. പക്ഷെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞായറാഴ്ച പാപം. ഇനി വാരത്തിന്റെ ബലം നോക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഗ്രഹത്തിന്റെ ബലം കാണുന്നത്, ഗ്രഹത്തിന് നീചം വരരുത്, മൗഢ്യം വരരുത്, ശത്രുക്ഷേത്ര സ്ഥിതി വരരുത്, ഇങ്ങനെയൊക്കെ നമ്മൾ ഗ്രഹത്തിന്റെ ബലം നോക്കും. സമയം കൊള്ളാമോ എന്ന് നോക്കാൻ നമുക്കറിയാം. രാഹുകാലം അയ്യോ എന്ന് പറയും. പിന്നെ ഗ്രഹനില വച്ചിട്ടൊക്കെ കണക്കാക്കും. തിരി നമുക്ക് നോക്കാനറിയാം. രിക്തതിരി അയ്യം, ചതുർത്ഥി, ചതുർദശി, നവമി, അഷ്ടമി, കർത്തവാവ്, ശുക്ലപക്ഷ പ്രഥമ, ഇതൊക്കെ മോശം എന്ന് പറയും. തിരി മോശവും നല്ലതും കണ്ടുപിടിക്കാൻ അറിയാം. നക്ഷത്രം നല്ലതും മോശവും കണ്ടുപിടിക്കാൻ അറിയാം. വാരം നല്ലതും മോശവും കണ്ടുപിടിക്കാൻ അറിയാം. വാരത്തിന്റെ ബലം കണക്കാക്കുന്നത് എങ്ങനെയെന്നാണ് ചോദിച്ചത്. എങ്ങനെ കണക്കാക്കുക? വാരാധിപനായ ഗ്രഹത്തിന് ബലമുണ്ടെങ്കിലേ വാരത്തിന് ബലമുള്ളൂ. വാരാധിപനായ ഗ്രഹത്തിന് ബലമുണ്ടെങ്കിലേ വാരത്തിന് ബലമുള്ളൂ. പറഞ്ഞത് മനസ്സിലായോ? ഇപ്പോഴ് ചൊവ്വാഴ്ചയ്ക്ക് ഇപ്പോഴും ബലമില്ല എന്ന് പറഞ്ഞു. കാര്യം എന്താണ്? പറഞ്ഞു നോക്കണം ആരെങ്കിലും. ഇന്നത്തെ ഗ്രഹനില അനുസരിച്ച്
ചൊവ്വാഴ്ചയ്ക്ക് ബലം കുറവാണ്. കാര്യം നീചൻ. ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ ചൊവ്വാഴ്ചയെ സൂചിപ്പിക്കുന്ന ഗ്രഹം ചൊവ്വ. ആ ചൊവ്വയ്ക്ക് നീചം. അപ്പോൾ ചൊവ്വാഴ്ചയ്ക്ക് ഒട്ടും ബലമില്ല എന്നർത്ഥം. അതങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഞായറാഴ്ചയ്ക്ക് ബലമുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി നമ്മൾ സൂര്യന് ബലമുണ്ടോ എന്ന് നോക്കണം. സൂര്യൻ മകരൻ രാശിയിലാണ് നിൽക്കുന്നത്, നല്ല ബലമില്ല. ശനിയാഴ്ചയ്ക്ക് ബലമുണ്ടോ? ശനിക്ക് ബലമുണ്ട്. ശനിക്ക് ബലമുണ്ട്. ശനി മൂല ത്രികോണ രാശിയിലാണ് നിൽക്കുന്നത്. അതൊന്ന് എഴുതിക്കൊള്ളണം. വാരം, വാരാൻ ആയുർ മഹായുർ പവേത്. വാരാൻ മഹായുർ മഹാ ആയുർ പവേത്. വാരത്തിനെ കൊണ്ട് മഹാ ആയുസിനെ പറയാവുന്നതാണ്. തിങ്കൾ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളെ ശുഭവാരങ്ങളെന്നും, തിങ്കൾ, ബുധൻ, വ്യാഴം, വെള്ളി ആഴ്ചകൾ ശുഭവാരമെന്നും, ശുഭവാരമെന്നും ശനി, ഞായർ, ചൊവ്വ വാരങ്ങളെ പാപവാരങ്ങളെന്നും പറയുന്നു. ശനി, ചൊവ്വ, ഞായർ വാരങ്ങളെ പാപവാരങ്ങളെന്നും പറയുന്നു. ശുഭവാരങ്ങൾ പ്രശ്നത്തിനും മുഹൂർത്തത്തിനും നല്ലതാണ്, പാപവാരങ്ങൾ നല്ലതല്ല. ശുഭവാരങ്ങൾ പ്രശ്നത്തിനും മുഹൂർത്തത്തിനും നല്ലതാണ്, പാപവാരങ്ങൾ നല്ലതല്ല. അടുത്ത ലൈനിൽ വാരാധിപനായ ഗ്രഹത്തിന് ബലമുണ്ടെങ്കിലേ വാരത്തിന് ബലമുള്ളൂ. സംശയമുണ്ടെങ്കിൽ ചോദിച്ചിട്ട് ഉടൻ തന്നെ മൈക്ക് ഓഫ് ചെയ്തേക്കണം. അല്ലെങ്കിൽ വാരാധിപനായ ഗ്രഹത്തിന് ബലമുണ്ടെങ്കിലേ വാരത്തിന് ബലമുള്ളൂ. ഇനി അടുത്ത നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് പഞ്ചാംഗ വിഷയങ്ങൾ കുറെയൊക്കെ കടന്നു പോയി. ഇനി അടുത്ത പ്രശ്നം വയ്ക്കുമ്പോൾ ആരൂഢത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ ആരൂഢത്തിനെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടോ? എത്ര ആരൂഢത്തിനെ കുറിച്ച് പറഞ്ഞു എന്ന് പറയണം. പൃഷ്ടാംഗ രാശി പറഞ്ഞല്ല, പൃഷ്ടാംഗ രാശി നമ്മുടെ ശരീരത്തിൽ തൊടുന്ന രാശി വെച്ചിട്ട് ആരൂഢം കണ്ടുപിടിക്കുന്നത് പറഞ്ഞു തന്നില്ലേ, ഓർമ്മയുണ്ടോ? ഉണ്ട്. പിന്നെ ഇരിക്കുന്ന രാശി, വന്നിരിക്കുന്ന കസേര അല്ലെങ്കിൽ സ്റ്റൂള് അല്ലെങ്കിൽ ഇരിപ്പിടം ഏത് അത് വെച്ച് രാശി എടുക്കുന്നത് പറഞ്ഞു തന്നല്ലോ. പറഞ്ഞു സാർ. പിന്നെ ലഗ്നം അത് പറഞ്ഞു തന്നു. ഇനി അടുത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്, അതും കൂടി പറഞ്ഞു തന്നിട്ട് പ്രശ്നത്തിലേക്ക് കിടക്കാം, പ്രശ്നത്തിന്റെ നിമിത്തത്തിലേക്ക് കിടക്കാം. ഇനി അടുത്ത് നമ്മൾ പറയേണ്ടത്, ഒരു കക്ഷി നമ്മളെ മുന്നിൽ വരുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടതെന്ന് ചോദിക്കണം. അത് ചോദ്യമില്ലാതെ ഒരു പ്രശ്നം വയ്ക്കരുത്. അത് പ്രശ്നം എന്ന് പറഞ്ഞാല് കൊറി എന്നാണ്, കൊറി എന്നാണ്, ചോദ്യം എന്നർത്ഥം. പ്രശ്നം എന്ന് പറഞ്ഞാൽ ചോദ്യം.
ചോദ്യം ചോദിക്കുന്നതിൽ നിന്നാണ് അതിന് മറുപടി കൊടുക്കുന്ന ഒരു ശാസ്ത്രമാണ് പ്രശ്നശാസ്ത്രം എന്ന് പറയുന്നത്. അവരുടെ ആവശ്യം എന്താണെന്ന് നമ്മൾ ചോദിക്കാതെ പറയുന്നു എന്നുണ്ടെങ്കിൽ അതായാലും മതി. അല്ലെങ്കിൽ അവർ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ചോദിക്കണം. ഇപ്പൊ അവർ പറയുകയാണ്, വന്നിരുന്നിട്ട് അവർ പറയുകയാണ്, എൻ്റെ കുഞ്ഞിൻ്റെ മാരേജ് നടന്നില്ല, അതിനുള്ള തടസ്സം എന്താണെന്ന് അറിയണം, അതറിയാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞാൽ ഇനി ചോദിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വിട്ട് എല്ലാവർക്കും മാറി മാറി ദുരിതങ്ങൾ വരികയാണ്. ആക്സിഡന്റ്, അസുഖം, സാമ്പത്തിക ബുദ്ധിമുട്ട്, ഇതൊക്കെ വരികയാണ്. ഇതിനു മുൻപ് ഇങ്ങനെ വന്നിട്ടില്ല, അതിൻ്റെ കാര്യം എന്തെന്നറിയണം. അതല്ലെങ്കിൽ പറയാം, നമ്മൾ തമ്മിൽ അങ്ങനെ വീട്ടിൽ എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുമ്പ് പിണക്കവും വഴക്കവും ഒക്കെ ഉണ്ടാവുകയാണ്, ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, അതറിയാൻ വരുന്നു. അല്ലെങ്കിൽ പറയാം, നമ്മുടെ കുലദേവത അല്ലെങ്കിൽ എന്തോന്ന് പരദേവതയുടെ കോപം ഉള്ളതുപോലെ തോന്നുന്നു. ഇപ്പൊ നമ്മുടെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ വീട്ടിലിങ്ങനെ സർപ്പമൊക്കെ വീട്ടിൻ്റെ അടുത്ത് വരുന്നത് പോലെ കാണുന്നുണ്ട്. ദേവിയുടെ അനുഗ്രഹം ഇല്ലാത്തത് തോന്നുന്നുണ്ട്, അതിന്റെ കാര്യം എന്താണ്? അല്ലെങ്കിൽ പരദേവത ആരാണ്, ഇതറിയണം എന്ന് പറഞ്ഞിട്ട് വരുന്നു. ഇങ്ങനെ അവർ ചോദിക്കുകയാണെങ്കിൽ ഓക്കെ. ഇല്ലെങ്കിൽ നമ്മൾ ചോദിക്കണം. ചോദിക്കുമ്പോൾ അവർ പറയുന്ന വാക്കിനെ വളരെ സൂക്ഷിക്കണം. ആദ്യത്തെ അക്ഷരം എന്താണെന്നുള്ളത് എടുക്കണം. ആദ്യത്തെ അക്ഷരം വച്ചിട്ട് നമുക്ക് ലഗ്നം അല്ലെങ്കിൽ ആരൂഢം കണ്ടുപിടിക്കാം. ആദ്യത്തെ വാക്കിലെ ആദ്യത്തെ അക്ഷരം. ചിലപ്പോൾ നമ്മുടെ എനിക്ക് ഒരു കാര്യം അറിയാനാണ് ഞാൻ വന്നത്, എനിക്ക് അവർ എന്തോ ആയിക്കൊണ്ടുണ്ട്, എനിക്ക് എന്ന് പറഞ്ഞെങ്കിൽ എ ആണ് ആദ്യത്തെ അക്ഷരം. നമ്മുടെ വീട്ടിന്റെ കാര്യം അറിയാനാണ് വന്നത് എങ്കിൽ ആദ്യത്തെ അക്ഷരം ന. മകളുടെ വിവാഹ കാര്യം അറിയാനാണ് വന്നെങ്കിൽ ആദ്യത്തെ അക്ഷരം മ. ഇങ്ങനെ ഏതാണ് അവര് നമ്മളുടെ അടുത്ത് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കണം. അവരിങ്ങോട്ട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ ആദ്യ അക്ഷരം വച്ചിട്ട്, അതായത് പ്രഷ്ടാവ് പറഞ്ഞ വാക്കിന്റെ ആദ്യ വാക്കിലെ ആദ്യ അക്ഷരത്തിനെ വച്ച് ആരൂഢം തയ്യാറാക്കുന്ന രീതി. പ്രഷ്ടാവിന്റെ ആദ്യ വാക്കിലെ ആദ്യ അക്ഷരത്തിനെ വച്ച് ആരൂഢം തയ്യാറാക്കുന്ന രീതി. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, നമുക്ക് 12 രാശികളുണ്ട്. ഈ 12 രാശിയും വരത്തക്ക രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ അക്ഷരം സ്വരാക്ഷരമാണെങ്കിൽ ചിങ്ങത്തിന് ആരൂഢമായിട്ട് എടുക്കണം. സ്വരാക്ഷരം. എനിക്ക് ഒരു കാര്യം അറിയണം എങ്കിൽ എ സ്വരാക്ഷരം. അല്ലെങ്കിൽ പറയുകയാണ്, ഒരു കാര്യം അറിയണം, ഒരു ഓ, അത് എങ്കിൽ സ്വരാക്ഷരം. ഇങ്ങനെ പറയുമ്പോൾ ആദ്യത്തെ അക്ഷരം സ്വരാക്ഷരമാണെങ്കിൽ ആരൂഢത്തിന് ചിങ്ങമെന്ന് കണക്കാക്കിക്കൊണ്ട് എല്ലാ ഫലവും പറയാം. ചിങ്ങം 1-ാം ഭാവം, കന്നി 2-ാം ഭാവം, ധനു തുലാം 3-ാം ഭാവം, വൃശ്ചികം 4-ാം ഭാവം, ധനു 5-ാം ഭാവം, എക്സെട്ര. ഉടനെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ വരച്ചിട്ട് ചിങ്ങത്തിന് ആരൂഢമായിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഫലം പറയാം. അപ്പോൾ ആദ്യത്തെ അക്ഷരം സ്വരാക്ഷരമാണെങ്കിൽ ആ, ഇ, ഉ, ഇറ്, എ, ഇറ്, ഇന് ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നു, അതിനെ മാറ്റി എന്നൊക്കെ അറിവുണ്ട്. എ, ഐ, ഓ, ഔ, ആ, ഇത്രയും അക്ഷരം സ്വരാക്ഷരങ്ങളാണ്. ഇതിൽ ഏതെങ്കിലും ഒരക്ഷരമാണ് ആദ്യം പറഞ്ഞാൽ ആരൂഢത്തിന് ചിങ്ങമായിട്ട് കണക്കാക്കണം. ഇതിൽ ഏതായിരുന്നാലും കുഴപ്പമില്ല. ഇനി അടുത്ത ക വർഗത്തിൽപ്പെട്ടത്. ക വർഗം ഏതൊക്കെയാണ് അറിയാമോ? ക വർഗം ഇത് 5-ൽ ഏതെങ്കിലും ഒരക്ഷരം വന്നു കഴിഞ്ഞാൽ ചൊവ്വയുടെ രാശി ആരൂഢം. ക വർഗത്തിന്റെ ആള് ചൊവ്വ. ക. രണ്ടാമത്തെ ക നഖം എന്നുള്ള ക. മൂന്നാമത്തെ ഗ ഗണേശൻ എന്നുള്ള ക. ഈ ഖ. നാലാമത്തെ ക കടികാരം എന്നുള്ള ക, അല്ലെങ്കിൽ രാഘവൻ കടികാരം എന്നുള്ള ക.
ഇക്ക ങ. ഇതിന്റെ അക്ഷരത്തിന്റെ അടുക്ക് തെറ്റുകയേ ചെയ്യരുത്. തെറ്റിയാൽ ആരൂഢം തെറ്റും. ക ഇഖ നഖം. ആദ്യത്തെ ക കലം എന്നുള്ള കാക്ക എന്നുള്ള ക. രണ്ടാമത്തെ ക നഖം എന്നുള്ള ക. മൂന്നാമത്തെ ക ഗണേശന്റെ ക. നാലാമത്തെ ക കടികാരത്തിന്റെ ക. അത് ങ. ഈ അടുക്ക് തെറ്റരുത്. ക ഇഖ ഗ ഇഖ ങ. ഈ 5 അക്ഷരവും വന്നു കഴിഞ്ഞാൽ ചൊവ്വയുടെ രാശി ആരൂഢം. ഇതാദ്യം പഠിക്കുക. ചൊവ്വയുടെ രാശി ആരൂഢം. അപ്പോൾ ഒരു ചോദ്യം അതാ പെട്ടെന്ന് വന്നു. ചൊവ്വയ്ക്ക് 2 രാശിയുണ്ട്, അതെടുക്കും. മേടവും ഉണ്ട്, വൃശ്ചികവും ഉണ്ട്. ഇതിൽ ഏതൊക്കെ എടുക്കും? 1, 3, 5 അക്ഷരങ്ങൾ. 1, 3, 5 അക്ഷരങ്ങളായാൽ ചൊവ്വയുടെ ഓജരാശി എടുക്കണം. ഓജരാശി മേടം. 2ഉം 4ഉം അക്ഷരമായാൽ യുഗ്മരാശി വൃശ്ചികം എടുക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് അക്ഷരത്തിന്റെ അടുക്ക് തെറ്റരുത്. അടുക്ക് തെറ്റിയാൽ ആരൂഢം തെറ്റും. ക ഇഖ ഗ ഇഖ ങ. ഇത് ഇത്രയും ക വർഗമാണ്. ഇതിന് ചൊവ്വയാണ്, ചൊവ്വയുടെ രാശിയാണ് ആരൂഢം. അതിൽ 1, 3, 5 അക്ഷരങ്ങൾ വന്നാൽ ചൊവ്വയുടെ ഓജരാശി മേടം. 2ഉം 4ഉം അക്ഷരം വന്നാൽ ചൊവ്വയുടെ യുഗ്മരാശി വൃശ്ചികം. അടുത്ത വർഗം ഏതാണ്? ക ഇഖ ഗ ഇഖ ങ. അടുത്ത് ച. ആദ്യത്തെ ച. ച എന്ന് വെച്ചാൽ ചന്ദനം എന്നുള്ള ച. ഇച്ഛ ച. രണ്ടാമത്തെ ച വന്നിട്ട് മടക്ക് ച. അച്ഛൻ എന്നെഴുതുമ്പോൾ എഴുതുന്ന ച. മൂന്നാമത്തെ ജ. ജ ജലജ എന്നെഴുതുന്ന ജ. ജ ഇച്ഛ. ചഷം എന്നെഴുതില്ല. മീന് ചഷം. ചഷരാശി, നമ്മളെ ചഷം, മീനന്റെ രാശി ചഷം എന്നുള്ള ച. അത് കഴിഞ്ഞിട്ട് ഞ. ഇത്രയും രണ്ടാമത്തെ രാശി. ആരുടെ രാശി? ക വർഗത്തിന് ചൊവ്വയെ കൊടുത്തു. അടുത്ത ആരുടെ രാശി? ശുക്രൻ. ശുക്രന് കൊടുക്കണം. ഇത് എളുപ്പം, പഠിക്കാൻ എളുപ്പം. അത് വീട്ടിൽ നിന്ന് വായിക്കേണ്ട ആവശ്യമേ ഇല്ല. ക വർഗം ആദ്യത്തെ വർഗം, ക വർഗം ആദ്യത്തെ രാശിക്ക് കൊടുത്തു ചൊവ്വ. ച വർഗം വന്നിട്ട് രണ്ടാമത്തെ രാശി ശുക്രന് കൊടുത്തു. അതില് ഒന്നാമത്തെ അക്ഷരം ച. രണ്ടാമത്തെ ഇച്ഛ ച, അച്ഛൻ എന്നുള്ള ച. മൂന്നാമത്തെ ജലം എന്നുള്ള ച. നാലാമത്തെ ചഷം എന്നുള്ള ച. തായും ഡായും കൂടി വരുന്നത്. തായും ദായും കൂടി വരുന്നത്. ആ തായും ദായും കൂടി വരുന്നതാണ് ചഷം. അടുത്ത് ഞാൻ. ചായിച്ച ചായിച്ച ഞാ. 1ഉം 3ഉം അക്ഷരം വന്ന 1ഉം 3ഉം 5ഉം അക്ഷരം വന്നാൽ ചൊവ്വയുടെ ഓജരാശി, ശുക്രന്റെ ഓജരാശി ഏതാണ്? തുല. തുലാം എടുക്കണം. ഇടവത്തിനെടുത്ത് കളയരുത്. ചൊവ്വയുടെ ഓജരാശി എടുക്കണം. 1, 3, 5 അക്ഷരം വന്നു കഴിഞ്ഞാൽ ചൊവ്വയുടെ ശുക്രന്റെ ഓജരാശിയായ തുലാം. 2ഉം 4ഉം അക്ഷരം വന്നാൽ ശുക്രന്റെ യുഗ്മരാശിയായ ഇടവ. ഇനി അടുത്ത് മൂന്നാമത്തെ അക്ഷരം ഏതാണ്? ക വർഗമായി ച വർഗമായി. മൂന്നാമത്തത് ഢ വർഗം. ഢ ഢ ഇട്ട ഢ ഇട്ട ണ. ആദ്യത്തെ ഡ യെസ് ഡ. യെസ് ഡ ആദ്യത്തത്. രണ്ടാമത്തത് പൂജ്യം ഡ, പാഠം എന്നുള്ള ഡ. മൂന്നാമത്തെ ഡ എന്നൊന്ന് അറിയാമല്ലോ. നാലാമത്തെ ഡ മുകളിൽ ചുഴിപ്പുള്ള ഡ. ഡപ്പി എന്നൊക്കെ വരുന്ന ഡായാണ്. ഡപ്പി എന്ന് വരുന്ന ഡ ആണ്. ആദ്യത്തെ ഡ യെസ് ഡ. രണ്ടാമത്തെ പൂജ്യം ഡ. മൂന്നാമത്തത് നായും തായും കൂടി വരുന്നത്. നാലാമത്തെ നായും തായും കൂടി വന്നിട്ട് മുകളിൽ ചുഴിപ്പ് വരുന്നത്. ഡായിട്ട ന. ഇവിടെ 1, 3, 5 അക്ഷരം വന്നാൽ ബുധന്റെ ഗോചരാശി. ബുധനാണ് മൂന്നാമത്തത്. ബുധൻ. ആദ്യത്തെ ക വർഗം ചൊവ്വയ്ക്ക് കൊടുത്തു, ആദ്യത്തെ രാശി. രണ്ടാമത്തെ വർഗം ച വർഗം രണ്ടാമത്തെ ഗ്രഹത്തിന് കൊടുത്തു, ശുക്രന് കൊടുത്തു.
മൂന്നാമത്തത് ഡാ വർഗം, മൂന്നാമത്തെ ഗ്രഹം വന്നിട്ട് ബുധന്റെ രാശി, ബുധന് കൊടുത്തു. അത് 1, 3, 5 അക്ഷരങ്ങൾ ബുധന്റെ ഓജരാശി. ബുധന്റെ ഓജരാശി ഏത്? ബുധന്റെ ഓജരാശി, മിഥുനം. ബുധന്റെ ഓജരാശി മിഥുനം. 2, 4 അക്ഷരം കൊടുത്താൽ കന്നി. അപ്പോൾ കാ വർഗമായി, ചാ വർഗമായി, ഡാ വർഗമായി. അടുത്തിന് ഏത് വർഗം? കാ, ഇക്ക, ഗ, ഇക്ക, ഗ. താ. ഇനി താ വർഗം. താ വർഗം ആർക്ക് വരും പറഞ്ഞു നോക്കണം. മേടമായി, ഇടവമായി, മിഥുനമായി, ചിങ്ങമായി. കർക്കിടകത്തിനെ വിട്ടേക്കണം, കർക്കിടകം ഇപ്പൊ വേണ്ട. ചിങ്ങമായി, കന്നി വന്നു കഴിഞ്ഞു. ബുധൻ പറഞ്ഞപ്പോ കന്നി വന്നു, തുലാം വന്നു, വൃശ്ചികം വന്നു. ഇനി ഏത് വരുന്നു അടുത്ത്? കർക്കിടകത്തിന് ഇപ്പൊ എടുക്കണ്ട, കർക്കിടകം ലാസ്റ്റ്. ചിങ്ങത്തിന് പറഞ്ഞു കഴിഞ്ഞു. മേടവും വൃശ്ചികവുമായി, ഇടവവും തുലാവുമായി, മിഥുനവും കന്നിയുമായി. കർക്കിടകം ഇപ്പൊ പറയണ്ട, ചിങ്ങമായി. അപ്പോൾ ആ റൗണ്ട് അത്രയായി. ഇനി വ്യാഴത്തിന്റെ രാശിയുണ്ട്, ധനുവും മീനവും. അപ്പൊ താ വർഗം വ്യാഴത്തിന് താ യുദ്ധ, ദാ യുദ്ധ, ന. ആദ്യത്തെ തവള എന്നുള്ള താ. രണ്ടാമത്തെ രഥം എന്നുള്ള താ, മടക്ക്. തമിഴിലെ മടക്ക് താ, 2 താ യുദ്ധ. മൂന്നാമത്തെ ദ, ദളം എന്നുള്ളതാ. നാലാമത്തെ ദ, രാധ എന്നുള്ളതാ. താഴ്ത്ത. അതിലും 1, 3, 5 അക്ഷരം വന്നാൽ വ്യാഴത്തിന്റെ ഓജരാശി ധനു വരും. 2, 4 അക്ഷരം വന്നാൽ വ്യാഴത്തിന്റെ യുഗ്മരാശി മീനം. ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, ഇതൊക്കെ പറയാനുള്ള ചാൻസ് ഉണ്ട്, ഇഷ്ടം പോലെ വരാനുണ്ട്. അപ്പോൾ താ വർഗം വന്നു കഴിഞ്ഞാൽ വ്യാഴത്തിന്റെ രാശി ആരൂഢം. അതിൽ 1, 3, 5 അക്ഷരം വന്നാൽ വ്യാഴത്തിന്റെ ഓജരാശി ധനു. 2, 4 അക്ഷരം വന്നാൽ വ്യാഴത്തിന്റെ യുഗ്മരാശി മീനം. ഇനി ഒരാള് ബാക്കി കിടപ്പുണ്ട്, പാ വർഗം. അത് ശനിക്ക്. പാ, ആദ്യത്തെ പ പഴം എന്നുള്ള പ, രണ്ടാമത്തെ പ ഫലം എന്നുള്ള പ, മൂന്നാമത്തെ ബ ബലൂൺ, നാലാമത്തെ പ ഭരണി എന്നുള്ള പ. പ ഇപ്പ, ഭ ഇപ്പ, മ. അതിൽ 1, 3, 5 അക്ഷരം വന്നാൽ ഓജരാശി കുംഭം. 2, 4 അക്ഷരം വന്നാൽ യുഗ്മരാശി മകരം. ഇനി ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം കർക്കിടകത്തിൽ പോകും. യാ, ര, ല, വ, ശ, ഷ, സ, ഹ, ള, റ, ന. ഇതെല്ലാം വന്നിട്ട് കർക്കിടകത്തിലേക്ക് പോകും. ഇതിലെന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല സാറേ. ഇതൊന്ന് എഴുതിയെടുത്താൽ നന്നായിരിക്കും, എഴുതുമ്പോൾ മനസ്സിലാവും. ഇത് വച്ച് ഇത് എവിടെ ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ, പക്ഷെ ഇത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്ന് മനസ്സിനകത്ത് ഒന്ന് ഇഷ്ടദേവനെയൊക്കെ ഒന്ന് ധ്യാനിച്ചിട്ട് ഇരിക്കണം. ആരൂഢം എടുക്കാൻ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പോ ഒരു വേണ്ടത്തക്ക ഒരാൾ മരിച്ചുപോയി, അല്ലെങ്കിൽ വീട്ടിലൊരു വാലായ്മ വന്നു, ഒരാൾ പെട്ടെന്ന് ഒരു മറുപടി ചോദിച്ചാൽ, എന്തെങ്കിലും പറയേണ്ട ഒരു ആവശ്യം വന്നു പോയാൽ നമുക്ക് കവടി എടുക്കാനോ പഞ്ചാംഗം എടുക്കാനോ ഒന്നും പറ്റൂല. മൊബൈൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിക്കൊള്ളാം, മൊബൈൽ എടുക്കുന്നതിന് കുഴപ്പമില്ല. വച്ച് നോക്കിയിട്ട് ഇരുന്നു കൊണ്ട് എന്തെങ്കിലും ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ പറയുന്നതിൽ തെറ്റില്ല. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട്, ഒരു അമ്പലത്തിൽ വെച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചോദിച്ചു, അമ്പലത്തിന്റെ പുറത്തോട്ടൊന്ന് ഇറങ്ങിയിട്ട് അവിടെ വെച്ച് മൊബൈൽ വെച്ചിട്ട് നമുക്ക് കവടി എടുക്കാനൊന്നും പറ്റൂല. എന്താണ് അറിയേണ്ട? അപ്പോൾ മനസ്സിനകത്ത് ഒന്ന് ഉറപ്പിക്കണം, ഞാൻ ആദ്യത്തെ അക്ഷരത്തിന്റെ എടുത്തിട്ടാണ് പറയാൻ പോകുന്നതെന്ന് ഭഗവാനെയൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് ഒന്ന് ധ്യാനിച്ചിട്ട് ചോദിക്കണം. അപ്പോഴവർ പറയുകയാണ്, മറന്നുപോയി എന്നാണ് ആദ്യം പറഞ്ഞത് കണക്കാക്കുക. മറന്നുപോയി എന്തോ പറയണമെന്ന് ഉദ്ദേശിച്ചു. അപ്പോഴാദ്യം പറഞ്ഞത് മറന്നുപോയി എന്തോ പറയണമെന്ന് ഉദ്ദേശിച്ചു. അപ്പോഴാദ്യം പറഞ്ഞത് മായാണ്, ആദ്യത്തെ മായാണ് ആദ്യം വന്ന അക്ഷരം. അപ്പോൾ ഏതാരൂഢം വരും പറഞ്ഞു നോക്കണം.
ആവർഗം. പാ വർഗത്തിൽ വരും. പാ വർഗത്തിൽ എത്രാമത്തെ അക്ഷരം? 5-ാമത്തെ അക്ഷരം. 5. 1, 3, 5 ഓജരാശി. അപ്പോൾ ശനിയുടെ ഓജരാശി. പാ വർഗം ശനിയുടേത്. പാ വർഗം ശനിയുടെ വർഗം. അതിന്റെ 1, 3, 5 ഓജരാശി. കുംഭം വരും. കുംഭത്തിനെ ആരൂഢമാക്കി കണക്കാക്കിക്കൊണ്ട് ഈശ്വരനെയൊക്കെ ഒന്ന് ധ്യാനിച്ചിട്ട് കുംഭത്തിനെ ആരൂഢമാക്കി കണക്കാക്കിക്കൊണ്ടൊക്കെ തുടങ്ങിയ ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ ഫലം പറയുന്നതല്ല. വേറെ കാര്യമൊന്നുമില്ല. അനുഗ്രഹമൊന്നുമില്ല. ഒരനുഗ്രഹവും ഇല്ല. അനുഗ്രഹം ഈശ്വരാനുഗ്രഹമുണ്ട്. അതെപ്പോഴും വേണം. ഭഗവാനെ എപ്പോഴും നമ്മൾ മനസ്സിനകത്ത് ധ്യാനിച്ചു കൊള്ളണം. നമുക്ക് വഴി കാണിച്ചു തരണം. എന്നിട്ട് കുംഭത്തിനെ ആരൂഢമാക്കിക്കൊണ്ട് മൊബൈലിൽ നോക്കി ഗ്രഹനിലയും കണക്കാക്കി വെച്ചിട്ട് അങ്ങ് തുടങ്ങുക. കറക്റ്റായിരിക്കും. കാരണം അവരെ വിട്ടാണ് നമ്മൾ പറയിക്കുന്നത്. നമ്മളല്ല പറയുന്നത്. അവർക്ക് ജ്യോതിഷമൊന്നും അറിയില്ല. അവരെ ദേവനെയൊക്കെ അവർ വിളിച്ചിട്ടായിരിക്കും പറയുന്നത്. നമ്മൾ പറയാൻ പാടില്ല. നമുക്ക് കാര്യം അറിയാം. മാ വന്നു കഴിഞ്ഞാൽ കുംഭമാണ് ആരൂഢം എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ പറയരുത്. എഴുതിക്കൊള്ളു. പ്രഷ്ടാവ് ചോദിക്കുന്ന ചോദ്യത്തിലെ ആദ്യത്തെ അക്ഷരത്തെ വച്ച് ആരൂഢം തയ്യാറാക്കുന്ന രീതി. പ്രഷ്ടാവ് ചോദിക്കുന്ന ചോദ്യത്തിലെ ആദ്യത്തെ അക്ഷരം വെച്ച് ആരൂഢം തയ്യാറാക്കുന്ന രീതി. പ്രശ്ന ഉദ്ദേശം എന്താണ് എന്നുള്ളത് പ്രഷ്ടാവിനോട് ചോദിക്കുക. ഇപ്പോൾ പറയുന്ന വാക്കിലെ ആദ്യ അക്ഷരത്തെ എടുക്കുക. ഇപ്പോൾ പറയുന്ന വാക്കിലെ ആദ്യ അക്ഷരത്തെ എടുക്കുക. ഇപ്പോൾ പറയുന്ന വാക്കിലെ ആദ്യ അക്ഷരത്തെ എടുക്കുക. ഈ അക്ഷരത്തെ വച്ചാണ് ആരൂഢം തയ്യാറാക്കുന്നത്. ഈ അക്ഷരത്തെ വച്ചാണ് ആരൂഢം തയ്യാറാക്കുന്നത്. അടുത്ത ലൈനില് ദൈവജ്ഞൻ ആവശ്യപ്പെടാതെ തന്നെ, ചോദിക്കാതെ തന്നെ, ദൈവജ്ഞൻ ചോദിക്കാതെ തന്നെ പ്രഷ്ടാവ് പറയുകയാണെങ്കിൽ അതിലെ ആദ്യ അക്ഷരത്തെയും എടുക്കാം. അതിലെ ആദ്യ അക്ഷരത്തെ എടുത്താൽ മതി. അതിലെ ആദ്യ അക്ഷരത്തെ എടുത്താൽ മതി. അതിലെ ആദ്യ അക്ഷരത്തെ എടുത്താൽ മതി. 1. ആദ്യ അക്ഷരം സ്വരാക്ഷരമാണെങ്കിൽ ആ, ആ, ഈ, ഊ, ഊ എക്സെട്ര രണ്ടു കുത്തിട്ട് വിട്ടേക്കണം.
ആ, ആ, ഈ, ഊ, ഊ, എറ്റ്സെട്ര 2 കുത്തിട്ട് തുടങ്ങുകയാണെങ്കിൽ ആരൂഢം, ചിങ്ങം. ആരൂഢം, ചിങ്ങം. ഇതിൽ ഏത് അക്ഷരം വന്നാലും ചിങ്ങം എടുക്കൊള്ളാം. അടുത്ത 2. ആരൂഢം ക വർഗമാണെങ്കിൽ എഴുതിക്കണം. ഒരു ശകലം സ്ഥലം വിട്ടിട്ട് ഈ ഖ, നഖം എന്നുള്ള ക രണ്ടാമത്. ആദ്യത്തെ കാക്ക എന്നുള്ള ക, രണ്ടാമത്തത് നഖം, മൂന്നാമത്തത് ഗണേശൻ എന്നുള്ള ക, നാലാമത്തത് ഘടികാരത്തിന്റെ ക. ങ, മാങ്ങ ഇടങ്ങ. ആദ്യത്തെ അക്ഷരം ക വർഗമാണെങ്കിൽ ചൊവ്വയുടെ രാശി ആരൂഢമാണ്. ചൊവ്വയുടെ രാശി ആരൂഢമാണ്. ഇതിൽ 1, 3, 5 അക്ഷരമാണെങ്കിൽ ചൊവ്വയുടെ ഓജരാശിയായ മേടവും. ഇതിൽ 1, 3, 5 അക്ഷരമാണെങ്കിൽ ചൊവ്വയുടെ ഓജരാശി മേടവും. ചൊവ്വയുടെ ഓജരാശി മേടവും. 2, 4 അക്ഷരമാണെങ്കിൽ യുഗ്മരാശി വൃശ്ചികവും എടുക്കണം. 2, 4 അക്ഷരമാണെങ്കിൽ യുഗ്മരാശി വൃശ്ചികവും എടുക്കണം. അടുത്ത 2, ഇനി മൂന്നാമത്തത് 3. ച വർഗമാണെങ്കിൽ ശുക്രന്റെ രാശി ആരൂഢം. ച വർഗമാണെങ്കിൽ ശുക്രന്റെ രാശി ആരൂഢം. ച വർഗമാണെങ്കിൽ ശുക്രന്റെ രാശി ആരൂഢം. ബ്രാക്കറ്റിലെ അക്ഷരങ്ങൾ എഴുതിക്കുന്നു. താഴെ അക്ഷരം എഴുതിക്കണം. താഴെ ച വർഗമാണെങ്കിൽ ശുക്രന്റെ രാശി ആരൂഢം. ച, ഇച്ച രണ്ടാമത്തത് മടക്ക് ച, ഛത്രം എന്നുള്ള ച അല്ലെങ്കിൽ അച്ഛൻ എന്നെഴുതുമ്പോൾ വരുന്ന ച. മൂന്നാമത്തത് ജ, ജലത്തിന്റെ ജ. നാലാമത്തത് ചഷം എന്നെഴുതുന്ന ച, തായും ദായും കൂടി ചേർന്ന് വരുന്നത്. ചായച്ച് ഞ, അഞ്ചാമത്തെ അക്ഷരം ഞ, ഞങ്ങൾ എന്നുള്ള ഞ. ഇതിൽ 1, 3, 5 അക്ഷരമായാൽ ശുക്രന്റെ ഓജരാശി തുലാം. ഇതിൽ 1, 3, 5 അക്ഷരമായാൽ ശുക്രന്റെ ഓജരാശി തുലാം. ശുക്രന്റെ ഓജരാശി തുലാം. രണ്ട് 4 അക്ഷരമായാൽ യുഗ്മരാശി ഇടവം. 2, 4 അക്ഷരമായാൽ യുഗ്മരാശി ഇടവം. 1, 2, 3, 4. ഇനി നാലാമത്തെ പോയിന്റ്. ഡ വർഗമായ ഡ വർഗമായാൽ ബുധന്റെ രാശി ആരൂഢം.
ടാ വർഗമായാൽ ബുധന്റെ രാശി ആരൂഢം. ടാ വർഗമായാൽ ബുധന്റെ രാശി ആരൂഢം. ഇനി അക്ഷരങ്ങൾ എഴുതണം. ആദ്യത്തത് യെസ് ഡ, രണ്ടാമത്തത് പൂജ്യം ഡ, മൂന്നാമത്തത് ഡസൻ എന്നുള്ള ഡ, നായും ധായും, നാലാമത്തത് അതേ ഡായില് ചുഴിപ്പ്, മുകളിൽ ചുഴിപ്പ്. ഡപ്പി എന്ന് വരും. ഡപ്പി, ഡപ്പിക്കാണ് ചുഴിപ്പുള്ള ഡാ വരുന്നത്. ഡായിട്ട ണ, അഞ്ചാത്ത ണ. ആദ്യത്തത് യെസ് ഡ, രണ്ടാമത്തത് പൂജ്യം ഡ, മൂന്നാമത്തത് നായും ദായും കൂടി ചേർന്ന് വരുന്നത്, നാലാമത്തെ അതേ അക്ഷരത്തിൽ തന്നെ മുകളിൽ ചുഴിപ്പ് വരുന്നത് ന. 1, 3, 5 അക്ഷരം മിഥുനം, 2, 4 അക്ഷരം കന്നി. 1, 3, 5 അക്ഷരം മിഥുനം, 1, 3, 5 അക്ഷരം മിഥുനം, 2, 4 അക്ഷരം കന്നി. അടുത്ത 5. 5 ത, തവള. താ വർഗം വന്നാൽ വ്യാഴത്തിന്റെ രാശി ആരൂഢം. താ വർഗം വന്നാൽ വ്യാഴത്തിന്റെ രാശി ആരൂഢം. താ വർഗം വന്നാൽ വ്യാഴത്തിന്റെ രാശി ആരൂഢം. ഇനി ആ വർഗം എഴുതിക്കണം. ആദ്യത്തത് തവള എന്നുള്ള ത, രണ്ടാമത്തത് മടക്ക്, മുകളിലോട്ട് മടക്ക്, അതായത് രഥം എന്നുള്ള ത, മൂന്നാമത്തത് ദളം എന്നുള്ള ത, നാലാമത്തത് രാധ എന്നുള്ള ത, അഞ്ചാമത്തത് ന, ത, രണ്ടാമത്തത് രഥം എന്നുള്ളതാ, മൂന്നാമത്തത് ദമയന്തി എന്നുള്ളതാ, നാലാമത്തെ രാധ എന്നുള്ളതാ, അഞ്ചാമത്തെ ന. 1, 3, 5 അക്ഷരമായാൽ ധനു, 2, 4 അക്ഷരമായാൽ മീനം. 1, 3, 5 അക്ഷരമായാൽ ധനു, 2, 4 അക്ഷരമായാൽ മീനം. അടുത്ത 6ാമത്തെ പോയിന്റ്. 6. പ വർഗമായാൽ ശനിയുടെ രാശി ആരൂഢം. പ വർഗമായാൽ ശനിയുടെ രാശി ആരൂഢം. വർഗം ആയിക്കോട്ടെ. പ, ആദ്യത്തെ അക്ഷരം പ, രണ്ടാമത്തത് മടക്ക് പ, മടക്കണ ഫലം എന്നുള്ള പ, മൂന്നാമത്തത് ബ, ബലൂൺ എന്നുള്ള പ, നാലാമത്തത് പ, ഭരണിയുടെ പ, അഞ്ചാമത്തത് മ. പ, അത് കഴിഞ്ഞിട്ട് പ, ഫലം എന്നുള്ള പ, മൂന്നാമത്തത് ബ, ബലൂണിന്റെ, നാലാമത്തത് പ, ഭരണിയുടെ, അഞ്ചാമത്തത് മ. 1, 3, 5 അക്ഷരം കുംഭം, 2, 4 അക്ഷരം മകരം. 1, 3, 5 അക്ഷരം കുംഭം, 2, 4 അക്ഷരം മകരം.
അടുത്ത 7ാമത്തെ പോയിന്റ്. ബാക്കിയുള്ള അക്ഷരങ്ങൾ യാ, ര, ല, വ, ബാക്കിയുള്ള അക്ഷരങ്ങൾ യാ, ര, ല, വ എറ്റ്സെട്ര വന്നാൽ കർക്കടകമാരൂഢം. ഇതിലെന്തെങ്കിലും സംശയമുണ്ടോ? ഇപ്പൊ പഠിച്ചതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല സാറേ. ഇല്ല. ഇനി അടുത്ത 1-2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതും കൂടി പറഞ്ഞിട്ട് നിർത്താം. നമ്മളോട്, ദൈവജ്ഞനോട് മര്യാദയ്ക്ക് എന്ന് പറഞ്ഞാൽ മര്യാദ കൊടുത്തുകൊണ്ട് സംസാരിക്കുന്നവർക്ക് മാത്രമേ ഫലം പറയാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു തൊഴിൽ സ്ഥാപനത്തിൽ ജോലി ചെയ്യണമെന്ന് കരുതുക. ഒരു സർക്കാർ ഓഫീസിലോ ഒരു കമ്പനിയിലോ ഒരിടത്ത് ജോലി ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ജോലിശരാണെന്നുള്ളത് അവർക്കറിയാം. നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി ഒരുമാതിരി കളി തമാശാക്കിക്കൊണ്ട്, എൻ്റെ നക്ഷത്രം വിശാഖം, 42 വയസ്സായി, ഇപ്പോൾ എന്തായിരിക്കും എന്നൊക്കെ ചോദിക്കുക. ഒരുമാതിരി ജ്യോതിഷത്തിനെയൊക്കെ ഒന്ന് തറപ്പറ്റിച്ചുകൊണ്ട് ചോദിക്കുക. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ മറുപടി പറയരുത്. ദൈവജ്ഞനെ പരിഹസിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടോ ചോദിക്കുന്ന അവസരങ്ങളിൽ നമ്മൾ മറുപടി പറയരുത്. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരോടും മറുപടി പറയാൻ പോകരുത്. ആദരവ് പൂർവം, മര്യാദപൂർവം, ബഹുമാനപൂർവം ചോദിക്കുന്നവർക്ക് മാത്രമേ ഫലം പറയാവൂ. പിന്നെ ഒരു കാര്യമുള്ളത്, എവിടെയെങ്കിലുമൊക്കെ വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാതിരിക്കുന്ന നല്ലത്. ഒന്നും ചോദിച്ചാൽ ഒന്നും പറയരുത്. എന്തോ നമുക്ക് അറിയില്ലെന്നോ എന്തെങ്കിലും പറഞ്ഞങ്ങ് മാറണം. അറിയില്ല എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ബഹുമാനപൂർവവും ആദരപൂർവവും ചോദിച്ചാൽ മാത്രമേ ഫലം പറയാവൂ. അതല്ലാതെ ചോദിക്കുന്നവരോട് ഫലം പറയരുത്. ദൈവജ്ഞനെ പരിശോധിക്കാനോ ജ്യോതിഷത്തിനെ പരിശോധിക്കാനോ ഉള്ള ഉദ്ദേശത്തോടുകൂടി ചോദിക്കുന്നവർക്ക് ഫലം പറയരുത്. ഇനി എവിടെയൊക്കെ വച്ച് ചോദിച്ചാൽ നല്ലത്, എവിടെയൊക്കെ വച്ച് ചോദിച്ചാൽ മോശം എന്നൊക്കെ ബുക്കിൽ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കിയാലും മതി. ഞാൻ പറഞ്ഞിടുന്നുള്ള അത്യാവശ്യമില്ല. അതായത് ഫലവും പുഷ്പവുമുള്ള സ്ഥലങ്ങളിൽ വെച്ച് ചോദിച്ചാൽ നല്ലത്. ഉത്തമ ദ്രവ്യമുള്ള സ്ഥലത്ത് വെച്ച് ചോദിച്ചാൽ നല്ലത്. പിന്നെ മനസ്സിന് സന്തോഷം തോന്നുന്ന സ്ഥലത്തൊക്കെ വെച്ച് ചോദിച്ചാൽ നല്ലതെന്ന് പറയാം. നമുക്ക് മനസ്സിന് സന്തോഷം തോന്നുന്ന സ്ഥലത്തൊക്കെ വെച്ച് ചോദിക്കുന്നത് നല്ലത്. അതേസമയം മഹാവനത്തിന്റെ അകത്ത് വെച്ചോ, ഗുഹേരകത്ത് വെച്ചോ, രോഗമുള്ള വീട്ടിൽ വെച്ചോ, പ്രേതബന്ധമുള്ള സ്ഥലത്ത് വെച്ചോ, ഉയർച്ച താഴ്ചയുള്ള സ്ഥലത്ത് വെച്ചോ, അഗ്നി ഉള്ള സ്ഥലത്ത് വെച്ചോ, ശുഷ്കവൃത്താന്തെ മോശമായ പുഷ്പങ്ങളില്ലാത്ത വൃക്ഷങ്ങള് ചുവട്ടിൽ വെച്ചോ ഒക്കെ ചോദിച്ചാൽ പറയരുത് എന്നുള്ളതാണ്. അതൊക്കെ ദുഷിച്ച സ്ഥലം എന്നാണ് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ വായിച്ചുകൊണ്ടാൽ മതി, നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പ്രധാനപ്പെട്ട വിഷയം ഇത്രയേ ഉള്ളൂ. ദൈവജ്ഞനോട് ബഹുമാനപൂർവം ആദരവ് പൂർവം ചോദിക്കുന്ന സമയത്ത് മാത്രമേ മറുപടി പറയാവൂ. ദൈവജ്ഞനെ പരിശോധിക്കാനോ ജ്യോതിഷത്തിനെ പരിശോധിക്കാനോ ഉള്ള ഉദ്ദേശത്തോട് ചോദിക്കുന്നവരടുത്ത് ഫലം പറയരുത്. ഇത്രയൊന്നും എഴുതിക്കൊള്ളണം. ബാക്കിയൊക്കെ ബുക്ക് നോക്കി വായിച്ചുകൊണ്ടാണ്. ദൈവജ്ഞനോട് ആദരവ് പൂർവവും
ദൈവജ്ഞനോട് ആദരവ് പൂർവവും ബഹുമാനപൂർവവും ചോദ്യം ചോദിച്ചാൽ മാത്രമേ ഫലം പറയാവൂ. ഫലം പറയാവൂ. ദൈവജ്ഞനെയോ ജ്യോതിഷത്തിനെയോ അവഹേളിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടി പറയരുത്. ദൈവജ്ഞനെയോ ജ്യോതിഷത്തിനെയോ അവഹേളിക്കുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ മറുപടി പറയരുത്. ഇനി നമുക്ക് പ്രശ്നമാർഗത്തിലെ 2ാമത്തെ ചാപ്റ്ററിൽ തന്നെ കുറെ നിമിത്തങ്ങൾ പറയുന്നുണ്ട്. നിമിത്തങ്ങൾ പറഞ്ഞു തരണമോ വേണ്ടയോ? നിങ്ങൾ വായിച്ചുകൊള്ളുമോ? അറിയാമോ? നിമിത്തങ്ങൾ കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് നിമിത്തങ്ങളുണ്ട്. അത് പറഞ്ഞുതരാം. അടുത്ത ക്ലാസ്സിലേ പറ്റുള്ളൂ. ഇന്ന് കുറച്ചൊന്ന് വേണമെങ്കിൽ ശകലമൊന്ന് തുടങ്ങി വെച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അത് പ്രശ്നമാർഗത്തിന്റെ 2ാമത്തെ ചാപ്റ്ററിൽ 118ാമത്തെ പ്രമാണം മുതൽ തുടങ്ങിപ്പോകുന്നു. 118, 19, 21, 22, 23, 124ന്റെ തുടങ്ങിയിട്ട് 129, 30, പിന്നെ അങ്ങനെ തുടങ്ങി 150 വരെ പോവും. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ ചാപ്റ്ററിൽ കുറച്ച് അതിൽ പ്രധാനപ്പെട്ടതൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിലതൊക്കെ പ്രാക്ടിക്കബിൾ ആണ്, ചിലതൊക്കെ പ്രാക്ടിക്കബിൾ അല്ല. കാരണം ഇത് എഴുതപ്പെട്ട കാലഘട്ടത്തിനനുസരിച്ചുള്ളതാണ്. ചിലതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം, ചിലത് അപ്ലൈ ചെയ്യില്ല. നിമിത്തങ്ങൾ വച്ചിട്ട് ഒരിക്കലും മറുപടി പറയരുത്. നിമിത്തം വച്ചിട്ട് മാത്രം ഒരു ഫലം പറയാൻ പോകരുത്. നിമിത്തത്തിന് ഗ്രഹനിലയും കൂടി ഘടിപ്പിച്ചിട്ടേ പറയാവൂ. ചിലർ ചാടിക്കയറി നിമിത്തത്തിനെ കണ്ടതും അങ്ങ് ചാടിക്കയറി അങ്ങ് പറയും. അങ്ങനെ പറയരുത്. അതായത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും, knowing things in advance by the observation of natural happenings is called omens എന്ന് പറയും. omens എന്ന് പറഞ്ഞാൽ നിമിത്തം. knowing things in advance, കാര്യങ്ങളെ knowing അറിയുക, things in advance മുൻകൂട്ടി അറിയുക, കാര്യങ്ങളെ മുൻകൂട്ടി അറിയുക, by the observation of natural happenings, പ്രകൃതിയിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ വച്ചിട്ട് കാര്യങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കുന്ന ശാസ്ത്രശാഖയാണ് ഒമൻസ് അല്ലെങ്കിൽ നിമിത്തം. നിമിത്തം എന്ന് ഉദ്ദേശിക്കുന്നത് പ്രകൃതിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പ്രകൃതി നമുക്ക് പറഞ്ഞു തരും എന്നുള്ളതാണ്. മുൻകൂട്ടി പ്രകൃതി പറഞ്ഞു തരും. ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നല്ലതാണോ മോശമാണോ, അത് എന്തിനെ സൂചിപ്പിക്കുന്നു, എന്തിന് നല്ലത് എന്തിന് മോശം എന്നുള്ളതിനെ ജ്യോത്സ്യരെടുത്ത് പ്രകൃതി പറഞ്ഞു തരും, മുൻകൂട്ടി പറഞ്ഞു തരും. പ്രശ്നമൊക്കെ വയ്ക്കുന്നതിന് മുൻപോ ജാതകം നോക്കുന്നതിന് മുൻപ് ആദ്യം പ്രകൃതി വന്ന് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. അതിനെ മനസ്സിലാക്കുന്ന ഒരു ശാഖയാണ് നിമിത്ത ശാഖ, നിമിത്തം എന്ന് പറയുന്നത്. ഇത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പൊ രാമായണം വായിക്കുമ്പോഴും മഹാഭാരതം വായിക്കുമ്പോഴും ഉപനിഷത്തുകളൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട്. ദശരഥൻ മക്കളുടെ വിവാഹം കഴിഞ്ഞിട്ട് വരുമ്പോൾ വഴിയിൽ വെച്ച് നമ്മുടെ പരശുരാമൻ കയറി കുറുകെ നിൽക്കും. ആ സമയത്ത് ഉണ്ടാകുന്ന നിമിത്തങ്ങളെ കുറിച്ച് രാമായണത്തിൽ ഭംഗിയാ പറയുന്നുണ്ട്. അതുപോലെ സീത അശോകവനത്തിലിരിക്കുന്ന സമയത്ത് സീതയുടെ ഇടത് സൈഡ് തുടിക്കുന്നു, വലത് സൈഡ് തുടിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള നമ്മളെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും പറയുന്ന ഒരുപാട് രംഗങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് ഇതൊക്കെ എഴുതപ്പെട്ടിട്ടുള്ളത്. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയിട്ടുള്ളതെന്നൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് പറയാനൊന്നും അറിയില്ല, കുറച്ചൊക്കെ അറിയാം. പക്ഷെ അങ്ങനെ
നമുക്ക് പറയാനുള്ളത് നിമിത്തത്തിനെ വച്ച് മാത്രം ഒരു ഫലം പറയാൻ നിൽക്കരുത്. നിമിത്തത്തിനെ ഒരു നിമിത്തം കണ്ടു കഴിഞ്ഞാൽ ആ നിമിത്തത്തിനെ എന്ത് ചെയ്യണം? ഗ്രഹനിലയിൽ കൂടി നോക്കണം. അതിന് ആധാരമായ ഗ്രഹനില കൂടി വന്നിട്ടുണ്ടെങ്കിൽ ദോഷം പറയാം. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ പറഞ്ഞു തരാം. ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ, ഒരു വിവാഹത്തിന് പൊരുത്തം നോക്കുകയാണ്. വിവാഹ പൊരുത്തം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണാം ഒരു ഭാര്യ ഭർത്താക്കന്മാര് വന്നിട്ട് രണ്ടുപേരും രണ്ട് വഴിക്ക് തിരിഞ്ഞങ്ങ് പോയി. ജ്യോത്സ്യരെ കാണുകയാണ്, ജ്യോത്സ്യരെ കൺമുന്നിൽ കാണുകയാണ്. നമ്മളെ വീട്ടിൽ നിൽക്കുന്നവരായാലും ശരി, നമ്മളെ ജ്യോതിഷം നോക്കാൻ വന്നവരായിരുന്നാലും ശരി തന്നെ, ഒരു ഭാര്യയും ഭർത്താവും കൂടെ നിൽക്കുകയാണ്, വളരെ ഐക്യമായിട്ട് നിൽക്കുന്നവര്. പൊരുത്തം എടുക്കാൻ നോക്കിയ ഉടൻ തന്നെ രണ്ടുപേരും കൂടി പിരിഞ്ഞ് രണ്ട് സൈഡിലായിട്ട് അങ്ങ് പോയി, വിട്ട് പിരിഞ്ഞു പോവുകയാണ്. അപ്പോഴെന്ത് പറയാം? വിവാഹം കഴിഞ്ഞു. പൊരുത്തം ഉണ്ടാകാൻ ചാൻസ് ഇല്ല എന്നുള്ളത് മനസ്സിനകത്ത് കുറിച്ചിടണം. ഇട്ടിട്ട് ഗ്രഹനിലയെ ക്ലിയറാ നോക്കണം. അത് നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു സൂചന. ഇത് പൊരുത്തം ഉണ്ടാകാൻ ചാൻസ് ഇല്ല എന്നുള്ള ഒരു സൂചന. എന്തെങ്കിലും ഒരു ദോഷം അതിൻ്റെ ഇടയിൽ കാണും. ഒന്നുകിൽ വൈദവ്യ ദോഷമോ പിരിയാനുള്ള ദോഷമോ എന്തെങ്കിലും ഉണ്ടാകും. അത് നമ്മൾ മനസ്സിനകത്ത് കുറിച്ചിടണം. അതല്ലെങ്കിൽ നമ്മൾ ഒരു ജാതകം ഒരാൾ സുഖമില്ലാതെ കിടക്കുകയാണ്. സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് ഒരു അസുഖത്തിന്റെ കാര്യം അറിയാൻ വേണ്ടിയാണ് വന്നത്. സുഖം എങ്ങനെ സുഖമാകുമോ, രക്ഷപ്പെടുമോ, എന്തെങ്കിലും ചെയ്യാനുണ്ടോ, ജ്യോതിഷപരമായിട്ട് സമയം നോക്കാമെന്നോ. അപ്പോൾ പെട്ടെന്ന് വീട്ടിന്റെ വെളിയിൽ നിൽക്കുന്ന ഒരു മരം മുറിഞ്ഞങ്ങ് വീണു, അല്ലെങ്കിൽ ഒരു സൗണ്ട്, എന്തെങ്കിലും എടുത്തിട്ട ഒരു സൗണ്ട്, വലിയ ഒരു വിറക് കൊള്ളിയോ അല്ലെങ്കിൽ ഒരു പാത്രം വീഴുന്ന സൗണ്ട്, വീഴുന്ന ഭയങ്കരപ്പെട്ട ഒരു സൗണ്ട് കേട്ടു. ദുശകുനമാണ്, നല്ലതല്ല. അങ്ങനെ വന്നിരുന്നാൽ നമുക്ക് മനസ്സിലാക്കാം എന്തോ ദോഷമുണ്ട് എന്ന് മനസ്സിലാക്കാം. മനസ്സിലാക്കിയ ഗ്രഹനിലയെ ഒന്ന് ഭംഗിയായിട്ട് നോക്കണം എന്നുള്ള സൂചനയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതാണ് നിമിത്തം എന്ന് പറയുന്നത്. നിമിത്തങ്ങൾ എഴുതിക്കൊള്ളണം. നിമിത്തങ്ങൾ പ്രകൃതിയിൽ അല്ലാതെ നിമിത്തങ്ങൾ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പ്രകൃതിയുടെ ചലനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. പ്രകൃതിയുടെ ചലനത്തിൽ നിന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പ്രകൃതിയുടെ ചലനത്തിൽ നിന്ന് മുൻകൂട്ടി മനസ്സിലാക്കുന്ന ശാസ്ത്രശാഖയാണ് നിമിത്തം. മുൻകൂട്ടി മനസ്സിലാക്കുന്ന ശാസ്ത്രശാഖയാണ് നിമിത്തം. ശരി, ഓക്കെ. ഇനി അടുത്ത ക്ലാസ്സിൽ നോക്കാം. മതിയല്ലോ. മതി സാർ. ശരി, നിമിത്തവും കൂടി നോക്കിയിട്ട് ആരൂഢവും രോഗപ്രശ്നവും ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ ഇങ്ങനെയാണ്. എല്ലാം പ്രശ്നത്തിന്റെ ക്ലാസ്സുകളാണ്, ആരും മുടക്കരുത്. ശരി, ഓക്കെ. നമസ്കാരം. ഓക്കെ, നമസ്കാരം. 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 നമസ്തേ സാർ. നമസ്തേ.